അതുകൊണ്ട് ഒരു ഗുണവും അതിലും ഭേദം സമയവും കളയണ്ട, പൈസയും കളയണ്ട. നമ്മൾ അങ്ങനെ എന്ത് ചെയ്യണ്ട, വെറുതെ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കാരണം ഫലിക്കുന്ന പ്രാർത്ഥനയാണെങ്കിൽ മാത്രം നടത്തിയാൽ മതി. ഇനി ഫലിക്കുന്ന പ്രാർത്ഥന ഏതാണ്? ഈ ദൈവദാസന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പ്രാർത്ഥന കൊണ്ട് ഫലമില്ലെങ്കിൽ പിന്നെ ഈ 3 ദിവസം എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം. ഈ എല്ലാരും വിചാരിക്കുന്നത് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നാണ്. കേൾക്കും, ദൈവം കേൾക്കും. പക്ഷെ സങ്കീർത്തനമൊക്കെ ശരിക്കും വായിച്ച് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ദൈവത്തിന്റെ സിംഹാസനം സത്യമാണ്, സത്യത്തിന്റെ മുകളിൽ, നീതിയുടെ മുകളിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കയ്യിൽ സത്യമില്ലാത്ത 1000 കാര്യം വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച പുള്ളി കേൾക്കുവോ? ഈ ഒത്തിരി തെറ്റായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് സ്തുതിക്ക് കാര്യങ്ങൾ നടക്കുന്നു. അത് മുഴുവൻ തെറ്റ. അങ്ങനെ ബൈബിളിൽ ഒരൊറ്റ വാക്യമില്ല. ബൈബിളിൽ പറഞ്ഞെല്ലാം സ്തുതിക്കാൻ പറയുമ്പോൾ ആ സ്തുതിക്കാൻ പറയുന്നിടത്തല്ല, അതിന്റെ വ്യവസ്ഥ കൂടെ പറയുന്നുണ്ട്. മനസ്സിലായോ? അതിന്റെ അനുഗ്രഹം പറയുന്നതിന് മുമ്പേ എന്താ ആദ്യം പറഞ്ഞത്? എന്തുവാ? ആവർത്തനം 28 ആദ്യം പറഞ്ഞ, എന്റെ ന്യായപ്രമാണം വിട്ട് നീ എന്ത് ചെയ്യരുത്, ഇടത്തോട്ടോ വലത്തോട്ടോ. എന്നിട്ട് പറഞ്ഞു, നിന്റെ കന്നുകാലികളുടെ പേരും പിറപ്പും പിന്നെ വഴിയിൽ നീ അനുഗ്രഹിക്കപ്പെടും പോകുന്നിടത്തെല്ലാം. ഈ മോളിൽ പറഞ്ഞത് മാറ്റിയിട്ട് ബാക്കിയാണ് നമ്മൾ എടുക്കുന്നതെല്ലാം. കണ്ടോ? അതെ, ദൈവത്തിന്റെ ന്യായപ്രമാണം വിട്ട്. അതുപോലെ തന്നെ പരാജയം. നിങ്ങൾ നോക്കിക്കേ, ഹായ് പട്ടണത്തിൽ ഇസ്രായേൽ എന്താ പരാജയപ്പെട്ടത്? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം എന്താ ഉടമ്പടി ചെയ്തത്? 6-ാമത്തെ വാക്യത്തിൽ, എന്റെ ന്യായപ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. 1-6 നീ ധൈര്യമായിരിക്ക, ഉറപ്പുള്ളവനായിരിക്ക, നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും. അങ്ങനെ ദൈവം ആദ്യം ഉടമ്പടി ചെയ്തു, എന്റെ വചനം വിട്ടൊന്നും ചെയ്യരുത്. വചനം വിട്ട് വചനത്തിന് വിരുദ്ധമായി ഉടമ്പടി തെറ്റിച്ച് പാപം ചെയ്തു. വചനത്തിന് പുറത്തു പോയി, ഉടമ്പടിക്ക് വെളിയിൽ പോയി. ആ ഒറ്റയാകാൻ കാരണം ഇസ്രായേൽ മുഴുവൻ എന്ത് ചെയ്തു? തോറ്റു. അതുകൊണ്ട് ഒരു വിശ്വാസി കുറവും വെച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ ഈ പ്രാർത്ഥന പോയി. അതുകൊണ്ട് എന്ത് ചെയ്യരുതേ? ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നമുക്ക് ശരിക്കും ആവശ്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ ഒരു ദൈവ വൈതലിന് സംസാരിക്കാൻ പ്രമാണമുണ്ട്. അതറിയാവോ നിങ്ങൾക്ക്? ഒരു ദൈവ വൈതൽ എങ്ങനെ സംസാരിക്കേണ്ടത് അറിയാവോ? ഇല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞേക്കാം. എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 25 തൊട്ടുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്തോത്രം, ആകയാൽ പോഷ്ക്ക് ഉപേക്ഷിച്ച് കൂട്ടുകാരനോട് സത്യം. അപ്പൊ കള്ളത്തരം വെച്ചുകൊണ്ട് ദൈവമക്കൾ സംസാരിക്കരുത്. അങ്ങനെ നമുക്ക് സംസാരിക്കാൻ എന്തില്ല? നമുക്ക് പ്രമാണമില്ല. കള്ളത്തരം വെച്ചുകൊണ്ട് സംസാരിക്കരുത്. നമ്മുടെ ഹൃദയത്തിനകത്ത് 1000 കൂട്ടം കാര്യം വെച്ചുകൊണ്ട് കൈതരുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളെ കാണുമ്പോൾ കൈതരും, പക്ഷെ അവരുടെ ഹൃദയത്തിനകത്ത് നമ്മളെ കുറിച്ച് എന്തുണ്ടേ? പിന്നെ നമ്മൾക്ക് താഴോട്ട് വായിക്കുന്നുണ്ടല്ലോ, കോപിച്ചാൽ പാപം ചെയ്യരുതേ, പിശാചിനിടം കൊടുക്കരുതേ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റുപറയണം. സൂര്യൻ അപ്പൊ എത്ര മണിക്കൂറുണ്ട്? 12 മണിക്കൂറുണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന രാവിലെ 6, വൈകിട്ട് 6. അപ്പം 12 മണിക്കൂറിനുള്ളിൽ നിരപ്പ് പ്രാപിക്കണം. സ്നേഹിത, എന്റെ ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞതാ, എന്നോട് ക്ഷമിക്കണം. സ്തോത്രം. ബൈബിളിൽ തന്നെ ഉണ്ട് ചില വിഷയങ്ങൾ എന്ത് ചെയ്തില്ല. 20 വർഷം എടുത്തു യാക്കോബ് ഏശാവുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ. 20 വർഷം എടുത്തു. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായില്ലേ?
ഇത് സന്ധ്യയ്ക്ക് മുമ്പേ നിരപ്പുറാഴ്ചയാണ്. സ്തോത്രം. കുറവ്. ഇനിയിപ്പോ നമ്മള് ഈ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവമക്കൾ ആരാധനയ്ക്ക് പ്രമാണമുണ്ട് കേട്ടോ, നമുക്ക് നടക്കാൻ പ്രമാണമുണ്ട്, നമ്മൾ സംസാരിക്കാൻ പ്രമാണമുണ്ട്. ഈ എഫീസ്യ ലേഖനം ദാവൂദ് വാക്യം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിനെ വേണ്ടും പോലെ നല്ല വാക്കത്രേ സംസാരിക്കേണ്ടത്. അല്ലേലിയ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അതാണോ പറയുന്നത്? നമ്മള് കുറ്റമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ കുറ്റവും ഇവരുടെ കുറ്റവും, ആ കുറ്റവും ഈ കുറ്റവും, സാമ്പത്തിക കാര്യം അവർക്ക് കൂടുതലുണ്ട് ഇവർക്ക് കുറവാണ്, ആ കാര്യം അവരുടെ വീട് ഇങ്ങനെയാണ്. ഇങ്ങനൊന്നും നമ്മളാരും സംസാരിക്കരുത്. ലോകക്കാർ പറഞ്ഞേ, നമ്മൾ സംസാരിക്കേണ്ട വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. അതെങ്ങനെയാ കൃപ എന്ന് പറയുന്നത്? ആവശ്യം പോലെ കൃപ ലഭിക്കേണ്ടതിന് നല്ല വാക്കത്രേ സംസാരിക്കേണ്ടത്. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ആമേ, ഇനി എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമാ, നിങ്ങൾ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ, സ്തോത്രം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ സമാഗമന കൂടാരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? 48 പലകളാ കേട്ടോ. ഈ പലകയെല്ലാം ഇങ്ങനെ ചേർന്നിരിക്കും. കുടുംബി വെട്ടിയിട്ടുണ്ട്. കുടുംബി എന്ന് പറഞ്ഞാൽ അറിയാം, തമ്മിൽ ചേർക്കാൻ വേണ്ടി. ഈ പലക വിശ്വാസികളാ. വിശ്വാസികൾ തമ്മിൽ ചേർന്ന് ഒരു പലക കൂടി ചേരുക. അടുത്ത് അങ്ങനെ 48 പലക ചേരുമ്പോഴാണ് ഇത് നേരെ നിൽക്കുന്നത്. അല്ലെങ്കിൽ സഭ മറിയാതിരിക്കുന്നത്, വീഴാതിരിക്കുന്നത് വിശ്വാസികൾ തമ്മിൽ ചേരുമ്പോഴാണ്. മനസ്സിലായോ? ഒന്ന്. രണ്ടാമത്, ഈ മരുഭൂമി നാഞ്ഞടിക്കുന്ന കാറ്റുകൊണ്ട് ഈ ദേവാലയത്തിനകത്ത് 2 കാര്യം നടക്കും. ഒന്ന്, വിളക്ക് കിട്ടുപോകും. വിളക്ക്. അപ്പൊ പലകയാകുന്നാലോ കാറ്റ്. അപ്പൊ വിശ്വാസികൾ തമ്മിൽ ചേർന്നില്ലെങ്കിൽ ഈ സഭയ്ക്കകത്ത് ആത്മീയ വെട്ടം പോകും. കാരണം വിടവയ്ക്കൂടെ എന്ത് ചെയ്യും? ഈ പലകയുടെ വിടവയ്ക്കൂടെ കാറ്റ് അകത്ത് കയറിയിട്ട് ഇവിടുത്തെ വിളക്ക് കിട്ടും. അതുകൊണ്ട് ചില ദിവസം ഇവിടെ ആരാധനയില്ല. നമ്മൾ ചുമ്മാ കൈയടിച്ച് കൈ അടയ്ക്കുന്നുണ്ട് ചിലരുടെയൊക്കെ. സ്വത്രം. ചിലരുടെയൊക്കെ കൈ അടയ്ക്കുന്നുണ്ട്. ചിലർക്ക് എന്താ കാര്യം? ചേർച്ചയില്ലാത്തവർ വന്ന് ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്ക് അന്നേരം അറിയാം. സ്വത്രം. ഈ വിടവിങ്ങനെ വന്നു കഴിഞ്ഞാൽ കാറ്റ് കയറിയിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനകത്തെ വിളക്ക്. അപ്പം ആത്മീക വെട്ടം വിശ്വാസികൾ തമ്മിൽ ചേർച്ചയില്ലാതെ ആരാധിച്ചാൽ ആ സഭയിൽ ഇരുട്ടായി പോകും. വിളക്ക് കിട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ എന്തുവാ? ഒരു പാർശ്വക്കും കണ്ണ് കാണത്തില്ല, വിശ്വാസിക്കും പിന്നെ കണ്ണ് കാണത്തില്ല, ദേവാലയം മൊത്തം ഇരുട്ടായിരിക്കും. സ്തോത്രം. അപ്പൊ പലക എന്ത് ചെയ്യാൻ പാടില്ല? അകലാൻ ചേർന്ന്. രണ്ടാമത്, ഈ മരുഭൂമിയിലെ കാറ്റടിക്കുമ്പോൾ പൊടി ഇങ്ങോട്ട് കയറും. പൊടി. ആ പൊടി കയറാതിരിക്കാണ് ഈ പലക എന്ത് ചെയ്യുന്നത്? ചേർത്ത്. അങ്ങനെ ലോകത്തിന്റെ അഴുക്ക് സഭയെ കയറാതിരിക്കാനാണ് വിശ്വാസികൾ ചേർന്നിരിക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ്, ഇപ്പൊ നമ്മുടെ മനസ്സില് ചേർച്ചയില്ലാതെ കണ്ട് പലതും നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഇവിടെ വന്നാൽ നിങ്ങൾ മുഖാന്തരം സഭയുടെ വിശുദ്ധി പോകും, അഴുക്ക് കയറും അതിനകത്ത്. ദൈവനാമത്തിന് ഒരിക്കലും അഴുക്കില്ല. ഉണ്ടോ? ദൈവത്തിന്റെ നാമത്തിനകത്ത് എന്തെങ്കിലും കറിയുണ്ടോ? ഇല്ല. പക്ഷെ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ എന്താ പറഞ്ഞത്? നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നമ്മൾ കാരണം അതായത് അഴുക്കാകുക. കാരണം നമ്മൾ ജീവിതമില്ലാതെ ഈ നാമം ഉയർത്തുമ്പോൾ പുറത്തുള്ളവർ എന്ത് നോക്കുമ്പോൾ, എടാ നമ്മൾ ജീവിതമില്ലാത്തവർ ഈ നാമം ഉയർത്തുമ്പോൾ അവർ പറയും, കണ്ടോ ദൈവനാമത്തിനകത്ത് നമ്മൾ കാരണം എന്ത് ചെയ്യും? കറ പറ്റും. നമ്മൾ കാരണം അശുദ്ധിയാകും. അതുകൊണ്ട് വിശുദ്ധിയും വേർപാടും ഇല്ലാതെ ആരോട് സുവിശേഷം ഒന്നും പറയാൻ പോകരുത്. സ്തോത്രം. പറഞ്ഞ മനസ്സിലായോ? ഒക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇനിയും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നെന്നിരിക്കട്ടെ. സ്തോത്രം. ആ വാക്യം ഞാനിപ്പോ വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം എടുക്കാം, 11-ാം അധ്യായം എടുക്കാം. വെളിപ്പാട് പുസ്തകത്തിന്റെ 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 10 ഞാൻ നോക്കട്ടെ ബ്രദറെ. 12 കേട്ടോ ബ്രദറെ.
12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. அப்பொழுது வானத்திலே ஒரு பெரிய சத்தம் உண்டாகி, இப்பொழுது ரட்சிப்பும் வல்லமையும் தேவனுடைய ராஜ்யமும் இரவும் பகலும் நம்முடைய தேவனுக்கு முன்பாக நம்முடைய சகோதரர் மேல் குற்றம் சுமத்தும் பொருட்டு സ്തോത്രം പറഞ്ഞ് നമ്മൾ ഓർക്കുന്ന ഇതൊന്നും ആരും അറിയുന്നില്ലെന്നാ. രാപകലില്ലാതെ വേർപാടില്ലാതെ ആരാധിക്കുന്നതും വിശുദ്ധി ഇല്ലാത്തതും നമ്മുടെ ജീവിതത്തിൽ കുറവ് ജീവിതത്തിൽ 24 മണിക്കൂറും ദൈവ സന്നിധിയിൽ ഒരാൾ നിപ്പുണ്ട് നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ. ചെളി പറ്റരുത്, അത് ദൈവം കൊടുത്ത പ്രമാണമാ. അപ്പൊ വസ്ത്രത്തിൽ ചെളിയുണ്ട് കേട്ടോ. നീ അവന് കൊടുത്ത പാർശ്വ പദവിക്കകത്ത് അവൻ ചെളി തേച്ചോണ്ട് നടക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചു. നീ അവന് കൊടുത്ത പദവിക്കകത്ത് അവൻ ചെളിയും തേച്ചോണ്ട് നമ്മൾ വിട്ടാലും പിശാച് എന്ത് ചെയ്യത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുക, നേരെയാകും. അതാ ഞാൻ പറഞ്ഞത്, ഫലകരമായ പ്രാർത്ഥനയും ഫലമില്ലാത്ത പ്രാർത്ഥനയുമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് വ്യവസ്ഥാപിതം അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് മനുഷ്യരോടുള്ള ബന്ധം എന്താണെന്നറിയാമോ? അത് കരുണയും സ്നേഹവും ഒക്കെ ആണെങ്കിലും അതിന് പരിമിതിയുണ്ട്. ദൈവത്തിന് മനുഷ്യരോടുള്ള ബന്ധം അതല്ല, ഏറ്റവും വലുത് അതല്ല. ഏറ്റവും വലുതെന്താ? ജോർജ് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മനുഷ്യരോടുള്ള ഏറ്റവും വലിയ ബന്ധം പ്രമാണമാണ്. തോട്ടത്തിന്റെ നടുക്ക് നിർത്തിയിട്ട് എന്താ പറഞ്ഞത്? ഇത് ചെയ്യരുതേ, ഇത് ചെയ്യാം. അടുത്തെത്തിയപ്പോഴോ പുറത്തിറക്കിയില്ലേ? പിന്നെ അവിടെ നിർത്തിയോ? പോട്ടെ, അപ്പനും ഇല്ല, അമ്മയും ഇല്ല, ആങ്ങളെയില്ല, പെങ്ങളും ഇല്ല, എല്ലാം കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇതങ്ങ് ക്ഷമിച്ചേക്കാമെന്ന് ഓർത്ത് പുള്ളി ക്ഷമിച്ചിട്ട് പിന്നെ ആ തോട്ടത്തിൽ ഇവരെ നിർത്തിയോ? അപ്പൊ ഒന്നോർക്കുക, പുള്ളിക്ക് കരുണയുണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും ബന്ധമിരിക്കുന്നത് എവിടെയാണ്? അത് പ്രമാണത്തിലാണ്. പ്രമാണം ലംഘിച്ചുകൊണ്ട് നമ്മൾ എത്ര ഉപവാസ പ്രാർത്ഥന നടത്തിയാലും അതിനകത്ത് ദൈവത്തിന് ബന്ധമില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഞാൻ ചില വചനങ്ങൾ പറഞ്ഞ് വരികയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം നിർബന്ധമായി നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം കേട്ടോ. അതിന്റെ ഒടുവിൽ എഴുതിയിരിക്കുന്ന എല്ലാ കയ്പും എല്ലാ കയ്പും സ്തോത്രം വിട്ടുകള. കൂട്ടുകാരനോട് സത്യം സംസാരിക്കുക. പ്രൈസലോ. ഒരാളുടെ കുറ്റം എന്ത് ചെയ്യരുതേ, തമ്മിൽ പറഞ്ഞ് ആമേ ആരാധനയ്ക്ക് വരരുത്. നിങ്ങൾ അന്ന് വരുമ്പോൾ നിങ്ങൾ മുഖാന്തരം ഈ സഭയുടെ ആത്മീയാന്തരീക്ഷം പോവുക. ഇതൊക്കെ വരുമ്പോൾ ഓരോരുത്തരും മുഖാന്തരം. അതുപോലെ നമ്മൾ ഗൗരവമുണ്ട്. ഈ ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും ഒക്കെ നമ്മൾ എന്ത് കൊടുക്കണം? ഗൗരവം. അതിന്റെ വില കൊടുക്കണം. അവിഷയോടെ ഇപ്പം വായിച്ച 48:10 എനിക്ക് തോന്നുന്നു. രമ്യാവും വായിച്ചാട്ടെ. 48:10. സ്തോത്രം. 48:10. ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ? ഉറക്കെ ഒന്ന് വായിച്ചേ. കണ്ടോ? വില കൊടുക്കാതെ മാനിക്കാതെ ഇവിടെ വന്നിരുന്ന് ഒരു പ്രത്യേക ആര് പറഞ്ഞാലും മാനിക്കത്തില്ല, വില കൊടുക്കത്തില്ല, അതിന് അംഗീകാരമില്ല. അങ്ങനെ ഇരിക്കുന്നവൻ ശാപമാണെന്ന് ആരാധനയ്ക്ക്.
സ്തോത്രം. അങ്ങനെ നമ്മൾ ഇരിക്കുകയും അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആ സഭയ്ക്കും വ്യക്തിക്കും എല്ലാം അതൊരു ശാപമാണ്. സ്തോത്രം. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കൊടുക്കേണ്ട വില കൊടുക്കണം. ശ്രദ്ധ വേണം. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ചിലക്ക് ശ്രദ്ധ തെറ്റും, വലിയ വില കൊടുക്കത്തില്ല. അതെവിടെയാ ജോർജ് ബ്രദറെ? അതെവിടെയാ? ഉസിയാ കയറി പെട്ടകത്തെ പിടിച്ച് അവനറിയാം എനിക്ക് പിടിക്കാൻ പാടില്ല എന്ന്. ഞാൻ പുരോഹിതനല്ലെന്ന് പുള്ളിക്ക് അറിയാം. പുരോഹിതന്മാർ മാത്രമേ പെട്ടകത്തെ പിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ പയ്യൻ ശ്രദ്ധിച്ചില്ല, കയറി പിടിച്ചു, വഴി വീണ് മരിച്ചു. വഴി വീണ ദാവീദ് പെട്ടകം കൊണ്ട് പോവുമായിരുന്നു. സ്തോത്രം. റോഡിലൂടെ എവിടെയാ? 2 ശമൂവേൽ 6 കിടപ്പുണ്ട്, ദിനവൃത്താന്ത പുസ്തകത്തിലും കിടപ്പുണ്ട്, 16-ാം അധ്യായത്തില്. എന്ത് ചെയ്തു? ഈ ചെറുക്കൻ ശ്രദ്ധിച്ചില്ല, പെട്ടകം മറിഞ്ഞു പോകുന്നോർത്തു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പ്രമാണം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. സ്തോത്രം. അത് വളരെ ജാഗ്രതയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ന്യായവിധിയായി മാറും. ഇപ്പോൾ ആ ചെറുക്കൻ മരിച്ചുപോയി, വഴി വീണു. സ്തോത്രം. നേരെ മറിച്ച് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ പെട്ടകം ഫെലിസ്ത്യര് പിടിച്ചോണ്ട് പോയി. അവര് കൊണ്ടുവന്ന് അവരുടെ അമ്പലത്തിൽ നാഗോന്റെ ക്ഷേത്രത്തിലൊക്കെ വെച്ചു. പിന്നെ അവിടെ നിന്ന് ആ പെട്ടകം അവർ കയറ്റിവിട്ടു. ആ പെട്ടകം ഇസ്രായേലിൽ യോശുവയുടെ വയലെന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പുരോഹിതന്മാർ അല്ലെങ്കിൽ ലേവി ഗോത്രത്തിലെ ഒരു കൂട്ടരെ ആ ദേശത്ത് വന്നു നിന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലിനെ ഈ പെട്ടകത്തെ നോക്കി. അവര് 10,000 പേരോളം മരിച്ചുപോയി. സ്തോത്രം. അവർ പെട്ടകത്തെ നോക്കിയതേ ഉള്ളൂ. സ്തോത്രം. ഇവിടെ നിങ്ങൾ എന്താ പഠിച്ചേ? ഫെലിസ്ത്യ ദേശത്തിരുന്നിട്ട് ആരെങ്കിലും ചത്തോ? ഇസ്രായേലിൽ വന്നപ്പോഴോ എന്താ കാര്യം? പ്രമാണമില്ലാത്തവരെയും വിശ്വാസികളല്ലാത്തവരെയും പ്രമാണമുള്ളവരെയും ദൈവത്തിന് തിരിച്ചറിയാം. ആ വിശ്വാസികളല്ലാത്ത ഫെലിസ്ത്യരുടെ ദേശത്തിരുന്നപ്പോ അവിടെ ന്യായവിധി വെളിപ്പെട്ടില്ല. അതിന്റെ അർത്ഥം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. എന്നാൽ പ്രമാണം അറിയാവുന്നവന്റെ അടുക്ക പെട്ടകം വന്നപ്പോൾ അവിടെ മരണം ആരംഭിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് പെന്തക്കോസുകാര് ദൈവത്തോട് അടുക്കുന്നത് സൂക്ഷിക്കുക, ജാതികൾ അടുക്കുന്നതായിട്ട് വ്യത്യാസമുണ്ട്. ജാതികളോട് ദൈവം ക്ഷമിക്കും. എന്താ കാരണം? അവരുടെ കയ്യിൽ ബൈബിൾ ഇല്ലല്ലോ, അവരുടെ കയ്യിൽ നിയമമില്ല, അവരുടെ കയ്യിൽ എന്തില്ല. അതുകൊണ്ട് ഫെലിസ്ത്യരെ അടുത്തപ്പോൾ ദൈവം ക്ഷമിച്ച എന്താ കാര്യം? അവർക്ക് ന്യായപ്രമാണം അറിയില്ല. ഇവരുടെ കയ്യിൽ അങ്ങനല്ല. അതുകൊണ്ട് നമ്മൾ ഓർത്തോണം, ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയ നമ്മൾ കാണിക്കുന്നത് അവര് കാണിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. അത് ദൈവം ക്ഷമിക്കും. കാരണം ദൈവത്തിനറിയാം അവർക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ്, അറിവില്ല. പക്ഷെ നമ്മളോ ബൈബിളും പിടിച്ചോണ്ടാണ് ഇതൊക്കെ. അത് ദൈവം പെടത്തില്ല. സ്തോത്രം. കുറവുകളെല്ലാം ഇപ്പോൾ ഏറ്റു പറഞ്ഞു. 3 തലങ്ങളിൽ നമ്മൾ നിരപ്പ് പ്രാപിക്കണം. ഒന്നാമത്തെ നിരപ്പ് ദൈവത്തോടാണ്. ആരാധന മുടക്കുന്നത്, അഭിഷേകമില്ലാത്തത്, ശ്രദ്ധയോടെ ആരാധിക്കാത്തത്, വചനം അനുസരിക്കാത്തത്, വചനപ്രകാരം ജീവിക്കാത്തത് പാർഷോട് ചെയ്യുന്ന തെറ്റല്ല, അത് സഭയോട് ചെയ്യുന്ന തെറ്റല്ല, അത് ദൈവത്തോട് ചെയ്യുന്ന തെറ്റാണ്. അതാദ്യം ഏറ്റു പറയണം. വചനപ്രകാരം ആരാധനയ്ക്ക് വചനമുണ്ട്, പ്രമാണമുണ്ട്. നമ്മൾ എത്രയോ വട്ടം ഞാൻ പറഞ്ഞു ഇല്ലേ? റോമാലേഖനം ഞാൻ വായിച്ചു നിങ്ങളെ കേൾപ്പിച്ച 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും പിന്നെ ദൈവത്തിന് പ്രസാദമുള്ള നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിപ്പീൻ. അടുത്ത ലൈൻ, ലോകത്തോട് അനുരൂപപ്പെടാതെ വേർപെട്ട് ജീവിച്ചിട്ട് വന്ന് ആരാധിക്കാനാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം. അപ്പൊ നമ്മുടെ സംസാരത്തിന് വേർപാട് വേണ്ടേ? നമ്മുടെ നടപ്പിന് വേർപാട് വേണ്ടേ? നമ്മുടെ ചിന്തയ്ക്ക് വേർപാട് വേണ്ടേ? നാട്ടുകാരെ പോലെ നമ്മൾ പായ് കൊണ്ടുവരുന്നതെല്ലാം വിളിച്ചു പറയുക, നാട്ടുകാരെ പോലെ ജീവിച്ചേച്ച് ഇവിടെ വന്ന് ആരാധിച്ചിട്ട് ഈ സഭ ഒരു വിധത്തിലും വളരുകയില്ല. വെറുതെ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഹല്ലേലൂയ പറഞ്ഞേ. കണ്ടോ? ലോകത്തോട് അനുരൂപപ്പെടാതെ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നു ബ്രദറെ?
റോമാലേഖനം 12-ാം അധ്യായം എടുത്തു നോക്ക്. പൗലോസ് പറഞ്ഞ വാക്യമാണ് ഞാനീ പറഞ്ഞത്. നിങ്ങളുടെ ശരീരങ്ങളെ എങ്ങനെയാ നമ്മൾ യാഗമായി സമർപ്പിക്കേണ്ടത്? യാഗമാണ് ആരാധന. നമ്മുടെ ശരീരങ്ങളെ യാഗമായി ദൈവമുമ്പാകെ സമർപ്പിക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കണം? അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. അടുത്ത ലൈനിൽ എഴുതിയിരിക്കുന്നു, ലോകത്തോട് അനുരൂപപ്പെടാതെ. സ്തോത്രം പറഞ്ഞ് ലോകക്കാരെ പോലെ ഒരാഴ്ച മുഴുവനും നടന്നേച്ച് ഇവിടെ വന്ന് നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ അത് വെറും ചടങ്ങാ. അതിനകത്തൊന്നും നമ്മൾ പലപ്പോഴും വിചാരിക്കും എന്ത് ആത്മാവ് വരാത്ത. ഇവിടെ അങ്ങനെ ആത്മാവ് വരുന്നത്. സ്തോത്രം. എങ്ങനെ ആത്മാവ് വരും? ആത്മാവെന്ന് പറയുന്നത് എന്തുവാന്ന് ആദ്യം പഠിക്ക്. ആത്മാവ് എന്തുവാണ്? ആത്മാവ് ദൈവമാണ്. അതിന് വിശുദ്ധി ഇല്ലാത്തടത്ത് വരാനൊക്കുവോ? ആത്മാവ് ദൈവമാ അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ദൈവം ആത്മാവാകുന്നു. അപ്പൊ നമ്മൾ പറയും, ഇന്നത്തെ ആരാധന വെളിപ്പെട്ടില്ല. എന്താ കാര്യം? വിശുദ്ധി ഇല്ലാതെ വന്നിരിക്കുന്നതുകൊണ്ടായി വരാത്ത. അതിന് ഈ സഭയുടെ കുറ്റമൊന്നുമല്ല, അത് ഈ വന്നിരിക്കുന്നവരുടെ കുറ്റമാണ്. സ്തോത്രം. ആത്മാവ് ദൈവമാണ്. അത് നീതി ഉള്ളിടത്തേ ഇരിക്കാനൊക്കത്തുള്ളൂ. അതിന് സത്യം ഉള്ളിടത്തേ ഇരിക്കാനൊക്കത്തുള്ളൂ. അതിന് വിശുദ്ധി ഉള്ളിടത്തേ ഇരിക്കാനൊക്കത്തുള്ളൂ. ദൈവത്തിന് പ്രവർത്തിക്കാനൊക്കത്തുള്ളൂ. ദൈവത്തിന്റെ പ്രവർത്തനമാണ് ആത്മാവിൽ കൂടെ നടക്കുന്നത്. അത് ദൈവമാ. അതുകൊണ്ട് നമ്മൾ കിടന്ന് കൈകൊട്ടിയാലൊന്നും അത് നമ്മുടെ ജീവിതത്തിൽ വരികയില്ല. സ്തോത്രം കേട്ടോ. അപ്പൊ ആദ്യം ദൈവത്തോട് ഏറ്റു പറയാം. ആരാധനയിൽ അശ്രദ്ധ കാണിക്കുന്നത്. ഞാൻ എപ്പോഴും വാക്യം ഓർമ്മയില്ല, ഇബ്രായ ലേഖനത്തിലാണ്. അവിടെ പൗലൂസ് പറഞ്ഞ കാര്യം ഞാൻ എപ്പോഴും പറയും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. സഭായോഗങ്ങള് ഉപേക്ഷയായി വിചാരിക്കരുത്. ഈ ആഴ്ച ജോർജിന്റെ തിരക്കാം, വന്നില്ലെങ്കിലും കുഴപ്പമില്ല ജോർജ്, അത് ദൈവം ക്ഷമിക്കും. പക്ഷെ ഇവിടെ വന്നേച്ചെന്ത് ചെയ്യരുത്? വില കൊടുക്കാതിരിക്കരുത്. ഉപേക്ഷയായിട്ട് വന്നു കഴിഞ്ഞിട്ട് അതിന് വില കൊടുക്കാതിരിക്കരുത്. അത് ദൈവത്തിന് താങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾ സഭായോഗങ്ങള് ഉപേക്ഷയായി വിചാരിക്കരുത്. അതിന് നിങ്ങൾ വില കൊടുക്കണം. അതിന് നിങ്ങൾ ജാഗ്രത കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ആ വീട്ടിൽ ഇരുന്നോ, ദൈവം ഒരിക്കലും ശിക്ഷിക്കത്തില്ല. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യരുത്? ഇപ്പൊ നമ്മൾ കേട്ടല്ലോ, ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ 3-4 ബാക്കി ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3-4 വാക്യം. സ്തോത്രം. ഉറക്കി ഒന്ന് വായിച്ചാട്ടെ. ആ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. കണ്ടോ, ഞങ്ങൾ യാതൊന്നിനും ഇടർച്ച വരാതിരിക്കാൻ. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ദൈവമക്കൾ നോക്കണ്ടേ, നമ്മൾ മുഖാന്തരം ദൈവത്തിനും ദൈവാരാധനയ്ക്കും വണ്ടിയായിരിക്കും. അപ്പം കൊടുത്തു തുടങ്ങി അവരാണെന്ന് നോക്കാൻ. ഇടർച്ച നമ്മൾ കാരണം സഭയെ നോക്കിയിട്ട് ആരും കുറ്റം പറയാനിടയാകരുത്. നമ്മൾ കാരണം ദൈവത്തെ ആരും എന്ത് ചെയ്യരുത്? അപമാനിക്കാൻ. പൗലോസ് അതാ പറഞ്ഞത്. ആമേ, പ്രൈസ് ദി ലോർഡ്. വേണേ ഒന്നുകൂടെ ആ വാക്യം വരയിട്ട് വെച്ചിട്ട് അതൊന്നുകൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി ആഴമായിട്ട് അത് കിട്ടും. 3 എന്നാൽ അത് മലയാളത്തിൽ ഇങ്ങനെ ആയിരിക്കും, ആക്ഷേപം വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവനാമം ഞങ്ങൾ മുഖാന്തരം അവിടെ നാണം കെട്ടു പോകാതിരിക്കാൻ, അവിടെ ആക്ഷേപിക്കാതിരിക്കാൻ, അവിടെ നിന്ദിക്കപ്പെടാതിരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ജീവിക്കും. നമ്മൾ മുഖാന്തരം എന്ത് ചെയ്യരുതേ? സ്തോത്രം. ദൈവനാമം നിന്ദിക്കപ്പെട്ടു പോരുത്. നമ്മൾ ബൈബിൾ പിടിച്ചോണ്ട് പോകുമ്പോൾ നമ്മൾ മുഖാന്തരം ഇതിന്റെ വില മറ്റുള്ളവർ ഇതിനെ ചീത്ത വിളിക്കാൻ ഇടയാകരുത്.
സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. സ്തോത്രം കേട്ടോ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഒന്നാമത്തെ ദൗത്യമാണ് ആരാധന എന്നുള്ളത്. സ്തോത്രം. അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മുടക്കാൻ പാടില്ല. അതൊരിക്കലും നമ്മൾ അതിനെ നിസ്സാരമാക്കാൻ പാടില്ല. അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നത് എന്താണ്? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ദിനംതോറും അവർ കൂടി വരികയും, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഉപദേശമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് അംഗീകരിക്കുകയല്ലാത്തത്. അവിടെ ഉപദേശമല്ല, വെറുതെ ചാട്ടവും തുള്ളലുവാ. അങ്ങനല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആഴ്ചതോറും അവർ കൂടി വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ചു പോന്നു. പ്രാർത്ഥന കഴിച്ച് പോന്നു. അതിന്റെ അർത്ഥം എന്താ? പോന്നു അതിന്റെ അർത്ഥം ഇതിന് അവസാനമില്ലെന്ന്. ബാക്കി എല്ലാത്തിനും ആമേനുണ്ട്, ഇതങ്ങ് പോവുക. നിങ്ങൾ നോക്കിക്കേ, ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ അതിന്റെ ഒടുവിൽ നോക്കിയാൽ മതി. ആ പുസ്തകത്തിന് ആമേൻ പറഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിലത്തെ വാക്യം നോക്കി, അപ്പോസ്തല പ്രവൃത്തിയുടെ ഏറ്റവും ഒടുവിലത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. மிகுந்த தைரியத்துடனே தடையில்லாமல் தேவனுடைய ராஜ்யத்தை குறித்து பிரசங்கித்து கர்த்தராகிய இயேசு கிறிஸ்து பற்றிய விசேஷங்களை ഉപദേശിച്ചു കൊണ്ടിരുന്നാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പോന്നു, ഉപദേശിച്ചു കൊണ്ട് പോന്നു. അതിന് ആമേനില്ല. അതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മരിക്കുന്നവരെ, അടുത്ത തലമുറ മരിക്കുന്നവരെ ഇതിങ്ങനെ പോകും. ഇതിന് സ്റ്റോപ്പില്ല. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ എന്തുകൊണ്ട് ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ ആമേൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഇതിന്റെയൊക്കെ കാരണം. ഇപ്പൊ ഉപസിക്കുക, ഇവിടെ ഇരിക്കുക, ഉപസിക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ എന്താ ഇപ്പൊ അവിടെ വായിച്ചു കേൾപ്പിച്ചേ? 12-ാം അധ്യായം വായിച്ചു കേൾപ്പിച്ച ഓർമ്മയുണ്ടോ? രാപകലില്ലാതെ നമ്മുടെ സഹോദരന്മാരെ കുറ്റം പറയുന്ന അപവാദി, ആരാധന മുടക്കിയത് പുള്ളി അവിടെ പറയുന്നുണ്ട്. ആരാധന മുടക്കിയതും ജീവിതമില്ലാത്തതും വിശുദ്ധിയില്ലാത്തതും ദൈവത്തെ മാനിക്കാത്തതും ഉപദേശം അനുസരിക്കാത്തതും എല്ലാം പാഷ് പറയത്തില്ലെങ്കിലും ഇയാള് പറയും. അത് എങ്ങനെയൊക്കെയാ പറയുന്നത്? 24 മണിക്കൂറും തൊഴിലിതാ. അതുകൊണ്ട് ദൈവത്തോട് ആദ്യം നിരപ്പ് പ്രാപിക്കണം. ആരാധന മുടക്കിയത് ദൈവസന്നിധിയിലാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മൾ നിരപ്പ് പ്രാപിക്കുക. സ്തോത്രം. ദൈവത്തോട് എന്ത് ചെയ്യുക? നിരപ്പ് പ്രാപിക്കുക. സ്തോത്രം. എന്താണ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക? അപ്പോ അല്ലേ? സ്തോത്രം. ദൈവത്തോട് പാപം ചെയ്തു. എന്താ ദൈവത്തോടുള്ള പാപം? എന്താ? ആരാധന മുടക്കുന്നത്, വചനം അനുസരിക്കാത്ത, ഉടമ്പടി തെറ്റിച്ചത്, പിന്നെ വിശുദ്ധിയും വേർപാടുമില്ലാതെ ദൈവത്തെ ആരാധിക്കുന്നത്, ആമേൻ, കൂട്ടായ്മ തമ്മിൽ ഇല്ലാത്തത് എല്ലാം ദൈവത്തോട് ചെയ്ത പാപമാണ്. അത് ഏറ്റു പറഞ്ഞിട്ട് ഇന്നിവിടെ വെച്ച് തീരുമാനിക്കണം. ഏറ്റു പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു, ഈ ഏറ്റു പറയുക എന്ന് പറയുന്നത് പെന്തക്കോസുകാരുടെ ഒരു ആചാരമാണ്. ഞാൻ സ്ഥാനം പറഞ്ഞു, ചിലർക്ക് സാക്ഷിയില്ലെന്നാ പറഞ്ഞത്. സാക്ഷിയില്ല, സാക്ഷി പറയാത്തൊരു തെറ്റാ ബൈബിൾ പ്രകാരം, പാപമാണത്. അപ്പൊ ഈ ആഴ്ച പിന്നെ നിങ്ങൾ എങ്ങനെയാ ജീവിച്ചത്? അമേരിക്കന് ശ്വാസം ഇറക്കിയതാണോ? ഉടനെ തമ്പുരാന്റെ ശ്വാസമല്ലേ ശ്വസിച്ചത്? പ്രൈസലോ. ഈ ആഴ്ച മുഴുവൻ നിങ്ങളുടെ നട്ടലിന് നേരെ ഇന്ന് എങ്ങനാ? നിങ്ങൾ കമ്പ് വരെ വെച്ച് കെട്ടിട്ടാണോ? ഈ ഒരാഴ്ച ജീവന്റെ ശക്തി തന്ന ദൈവത്തിന് ഒരു വാക്ക് നന്ദി പറയട്ടെ. അതില്ലെന്ന് പറയുന്ന ഏതർത്ഥത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ വായു മൊത്തം ശ്വസിച്ച് നിങ്ങൾ ആ അമേരിക്കൻ ഹോസ്പിറ്റലിൽ പോയി 3 കുടുംബം 2 ദിവസം അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? ഓക്സിജൻ എടുത്ത് 2000 രൂപ ബില്ല് വരും. ഇത് മൊത്തം ശ്വസിച്ച്
എന്ത് ചെയ്തു? സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പറയാം, എനിക്ക് സാക്ഷ്യമില്ലെന്ന്. എനിക്ക് സ്തോത്രം. ഓടിക്കാവോ? അല്ലെങ്കിൽ ആ കസേര ഇരുന്നു. ഭാഷ എല്ലാവരും ഉയർത്തുക, ആരെയും താഴെ ഇരുത്തുന്നില്ല. പ്രത്യേകിച്ച് ഒരു ഗസ്റ്റ് വരുമ്പോ അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് നോക്കാം. അപ്പൊ ദൈവത്തോട് ആദ്യം നിരപ്പ് പ്രാപിക്കണം, കൊടുക്ക വാങ്ങൽ. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് ഒത്തിരി കൊടുക്കാനൊന്നും കഴിയില്ല. ഇനി നമ്മൾ പൈസ കൊടുക്കുന്നതല്ല വിഷയം, അതുണ്ടെങ്കിൽ കൊടുക്കുക. അത് നിർബന്ധമായിട്ട് നമ്മൾ ഉള്ളതിൻ്റെ വീതം കർത്താവിന് കൊടുക്കുക. തീർച്ചയായിട്ടും ദൈവം നന്മ തരും. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ദിവസം നമുക്ക് ജീവൻ തന്ന ദൈവം, ആരോഗ്യം തന്ന ദൈവം, എല്ലാം അനുകൂലമാക്കി. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയാണ്ട്. എന്തോ വിട്ടിത്തോ വർഷം, ഏറിയാണ്ട് ഇവിടെ ആരാ ജീവിച്ചത്? ഏറെ ആയാൽ 70. ഇത്രയും മണ്ടത്തിലൊക്കെ വിളിച്ചു പറയാം. ഇവിടെ ഏറിയാണ്ട് പോയിട്ട് പ്രൈസ്, ഒരു മനുഷ്യൻ ഇവിടെ അത്രയും ജീവിക്കത്തില്ല. അതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. പ്രൈസ് നമ്മുടെ ജീവിതത്തില് ആമേ. ഇയാള് പറയാണ്, ഞാൻ വലിയ ഗോഡൗണ് പണിയും, എല്ലാം കൂട്ടി വെക്കും. ഇപ്പൊ അങ്ങനെ എല്ലാവരും പറയുന്നു, ഞാൻ വിസ എടുക്കും, ഞാൻ എന്ത് ചെയ്യും, എവിടെയെങ്കിലും നല്ല കമ്പനി കയറും, ഞാൻ എന്ത് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, ഒക്കെ നല്ലതാണ്. ഞാൻ അതിനെ എതിർക്കുകയല്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ആലോചിക്കുന്ന കാര്യത്തിൽ ഒടേതമ്പുരാനെ കൂടെ നടത്തണം. ഇല്ലെങ്കിൽ പുള്ളി ഒരു ചോദ്യം, മൂടാ, ഇന്ന് രാത്രിയിലേ ഞാൻ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ആലോചിച്ചല്ലേ എങ്ങോട്ട് പോകും? ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ഇപ്പോഴും നല്ല കമ്പനി ജോലിക്ക് കയറാൻ വേണ്ടി ആഗ്രഹിക്കുക. കുഞ്ഞെ, ഈ രാത്രി വേണ്ടെന്ന് പുള്ളി പറഞ്ഞാൽ വേണ്ട. അതുകൊണ്ട് ഈ ആലോചിക്കുന്ന വ്യക്തി ഈ ആലോചനയിൽ ദൈവത്തെ കൂടെ നിർത്തണം. കർത്താവേ, ആമേ, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നീ ആലോചിച്ചാൽ ദൈവം ചോദിക്കുകടാ മൂടാ, ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നിന്നെ ആലോചിച്ചതെല്ലാം ഇവിടെ പോകും. മറ്റൊരു ചോദ്യം, സ്തോത്രം. സൂര്യൻ രാവിലെ കിഴക്കെ ഉദിച്ചു, മഴ പെയ്തു, മഞ്ഞുകാലം വന്നു, സ്തോത്രം, വേനൽക്കാലം വന്നു. മഴക്കാലം വന്നതുകൊണ്ടും മഞ്ഞുകാലം വന്നതുകൊണ്ടും വേനൽക്കാലം വന്നതുകൊണ്ടും ഇവിടെ എന്തുണ്ട്? എല്ലാം സമ്പൽ സമൃദ്ധിയായി. ഒറ്റ വാക്കി പറയാ, കാലഘട്ടത്തെ അനുകൂലമാക്കി തന്നൊരു പുള്ളി പുറയിലുള്ളത് കൊണ്ടല്ലേ നേരം വെളുക്കുമ്പോ എഴുന്നേക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അല്ലേ നമ്മൾ ആരേലും ആണോ നേരം വെളുപ്പിക്കുന്നത്? സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ ആരെങ്കിലും സൂര്യൻ അസ്തമിപ്പിക്കുകയും നേരം വെളുപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞ്. നമ്മൾ ആരെങ്കിലും മഴ പെയ്യ്ക്കുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും കാറ്റടിക്കുന്നുണ്ടോ? അങ്ങനെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ സമയങ്ങളും കാലങ്ങളും ഒക്കെ അനുകൂലമാക്കി തരുന്ന ഒരു പുള്ളി പുറയിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുന്നെന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ദൈവത്തോട് ആദ്യം കുറവേറ്റ് പറ, ആരാധന. പിന്നെ അടുത്തത്, അപ്പൊ ഞാനിവിടെ നിങ്ങളാരും ആദ്യമേ വന്നില്ല, അതുകൊണ്ട് ഒത്തിരി കാര്യം നിങ്ങൾ കേൾക്കാനുണ്ടായിരുന്നു. ദൈവമക്കൾ എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ബൈബിളിൽ പറയുന്നു. ഇനി നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചേക്കാം ഒന്നുകൂടെ, സമയമില്ല, 5 മണി ആകുന്നു. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 25 തൊട്ട്. ഓക്കെ. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ കള്ളം വെച്ചോണ്ട് നടക്കാൻ പറ്റുമോ? പെന്തക്കോസുകാർ കള്ളം വെച്ചോണ്ട് നടക്കരുത് കേട്ടോ. സ്തോത്രം. കള്ളം വെച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇവിടെ വന്ന സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു പോയാൽ ഈ സഭയോട് എന്ത് ചെയ്യും? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി. അടുത്ത ലൈൻ വായിരേ. നാം തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുവോളം
കോപം ചില വെച്ചുകൊണ്ടിരിക്കരുത്. വീട്ടിൽ കയറിയിട്ട് വർഷങ്ങളായി ആ വീട്ടിൽ കയറുകയില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിരപ്പ് കിടന്ന് ബെത്തക്കോസുകാരുടെ ബൈബിൾ എഴുതി വെച്ചിട്ട് ഈ ബൈബിള് വെച്ചോണ്ടാണ് ചേട്ടന്റെ വീട്ടിൽ അനിയൻ കയറുകയില്ല വർഷങ്ങളായിട്ട്. സ്തോത്രം. തമ്മി മിണ്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുമേശയും എടുക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, സൂര്യൻ അസ്തമിക്കുവോളം എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ പോലും ദൈവമക്കൾ പിണക്ക് വെച്ചോണ്ടിരിക്കാൻ പാടില്ലെന്നാ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതാ നമ്മുടെ ജീവിതത്തിന്റെ പ്രമാണം. സ്തോത്രം. അടുത്ത വായിച്ചേ. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിനിടം കൊടുക്കരുതേ. എന്താ കാര്യം? അത് മനസ്സിലായോ? ഇല്ല അല്ലേ? അപ്പൊ ഇങ്ങോട്ട് നോക്കണേ. 2 കസേരയാണ്. ഒന്ന് ദൈവത്തിന്റെ കസേരയാണെന്നറിയാമോ? ഇസ്രായേലിന്റെ ദൈവ സ്തുതികളിന്മേൽ ഒരു 10 മിനിറ്റ് സ്തുതിച്ചാൽ മതി. അവിടെ ആര് വന്നിരിക്കും? ആ സ്തുതിയുടെ മുകളിൽ കർത്താവ് വന്ന് പിശാച് എവിടെ ഇരിക്കുന്നറിയോ? കള്ളത്തരത്തിൽ, പോഷ്കില്, നമ്മുടെ ഹൃദയത്തിനകത്ത് ഇത് നിരപ്പ് പ്രാപിക്കാതെ ഈ കള്ളം വെച്ചോണ്ടിരുന്നാൽ അതിന്റെ മുകളിൽ ആരിരിക്കും? പിശാച്. പിശാചിരിക്കും. അതുകൊണ്ടാണ് ചിലർ ആത്മാവിലാകുമ്പോൾ നമുക്ക് സംശയം. കാരണം ഇത് ഒറിജിനൽ ആണോ എന്നുള്ളത്. ചില അന്യഭാഷ കേൾക്കുമ്പോൾ നമുക്ക് സംശയമാണ്. കാരണം ഈ പോഷ്കുള്ളിടത്തെല്ലാം ഇരിക്കുന്നത് ആരാ? പിശാച. അത് പൗലോസ് പറഞ്ഞു, നിങ്ങൾ അത് ഹൃദയത്തിൽ വെച്ചോണ്ടിരിക്കരുത്. കാരണം അങ്ങനെ ഇരുന്നാൽ ആ ഇടത്ത് ആര് കയറി ഇരിക്കും? ആർക്കെങ്കിലും വല്ല വാശിയോ വൈരാഗ്യോ നാട്ടിലെ എവിടെയെങ്കിലും വെച്ചോണ്ട് ഇന്ന് ഈ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് ഇവിടെ ഇരുന്നില്ലെങ്കിൽ ഈ പാർശ്വക്കാരുടെ ദോഷമാ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വെറുതെ ആയി പോകും. ഞാൻ ആദ്യമേ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. 2 പ്രാർത്ഥനയുണ്ടേ. 2 പ്രാർത്ഥന. അത് ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ബാക്കി ഇവിടെയാണ്. യാക്കോബ് 5:13 തൊട്ട് വായിച്ചു വരും. പറയാണ്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കും. ഫലകരമായ പ്രാർത്ഥന, ഫലമില്ലാത്ത പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനയും ഫലിക്കുമെന്നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. ബൈബിൾ എഴുതിയിരിക്കുന്നത് ഏത് പ്രാർത്ഥനയാ ഫലിക്കുന്നത്? നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ പറഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട് പ്രാർത്ഥിക്കുക. ഓരോരുത്തരും എഴുന്നേറ്റ് അവരുടെ കുറവേറ്റു പറഞ്ഞ് അവർ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് പ്രാർത്ഥിച്ചാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. അത് ബൈബിള് കിട്ടിയ ശിഷ്യവാക്യം ഒന്ന് വായിച്ചേ. 5:13 തൊട്ട് വായിച്ചേ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. നിങ്ങൾ ആരെങ്കിലും വരുത്താറുണ്ടോ? ഞാൻ അറിയത്തില്ലല്ലോ. നിങ്ങൾ എന്നോട് പറയാറുണ്ടോ? മൂപ്പന്മാരെ വരുത്തണ്ടേ? അതോ മൂപ്പൻ അറിഞ്ഞു കേട്ട് തിരക്കിണെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിങ്ങളെ നടത്തുന്ന പുള്ളിയെ നിങ്ങൾ അറിയിച്ചിരിക്കണം. സ്തോത്രം. ബൈബിൾ എഴുതിയിരിക്കുന്നത് മൂപ്പന്മാരെ നിങ്ങൾ വരുത്തണമെന്നാ. ഞാൻ എങ്ങനെയാണെന്നറിയോ? അയ്യോ, ആ വീട്ടുകാർക്ക് അങ്ങനെ പറ്റിയോ? ഇവര് ആരേലും ഒക്കെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഏതാ? പ്രൈസ് ദി ലോർഡ്. അതാണോ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? നമ്മൾ ഈ തിരുമേശയൊക്കെ കഴിയുമ്പോഴത്തേന് തെസ്സലോനിക്ക ലേഖനം 5:12 തൊട്ട് വായിക്കുമ്പോൾ കേട്ടോളൂ, നിങ്ങളെ നടത്തുന്നവരെ ഓർത്തുകൊള്ളണം. എന്താ കാര്യം? അവര് നിങ്ങൾക്ക് വേണ്ടി ദൈവമുമ്പാകെ കണക്ക് ബോധിപ്പിക്കുന്നവരാ, ജീവി നിൽക്കുന്നവരാ. ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ വിശ്വാസികൾക്ക് മാത്രമല്ല, പാസ്റ്റർമാർക്ക് ഒത്തിരി നിയമ വ്യവസ്ഥകളുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എഫേസ്യ ലേഖനം താഴോട്ട് വായിച്ചേ. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. നല്ല പ്രവർത്തിച്ചില്ലെങ്കിലും കൈകൊണ്ട് ആർക്കും ദോഷം ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. അതങ്ങ് മടക്കി കൈ വിട്ടോ, ആരെ ഉപദ്രവിക്കാതെ. അടുത്ത ലൈൻ വായിച്ചേ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ല സംസാരിക്കണ്ടേ. ചീത്തൻ തെറിയും വിളിച്ച് ആരാധിക്കാൻ ഒക്കുവോ? പറ. മറ്റൊരുത്തന്റെ കുറ്റം പറഞ്ഞ് ചുവടെ വന്ന് ആരാധനയ്ക്ക് ഇരിക്കാൻ ഒക്കുവോ? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. അപ്പൊ ദൈവമക്കൾക്ക് സംസാരിക്കാൻ പ്രമാണം. വീട്ടിൽ കിടന്ന് വഴക്ക് പിടിക്കുന്നല്ല പറഞ്ഞത്. നീ ആർക്കറിയാം? നല്ലത് പറയില്ലേ? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്
നല്ലത് അത്രയും സംസാരിക്കണം. വായിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അകത്തിരിക്കുന്ന ആള് കരയുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേറെ സ്ഥലമില്ല പുള്ളിക്ക് വസിക്കാൻ. പുള്ളി വസിക്കുന്നത് നമ്മളില്ല. ആകയാൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഈ പോൾക്കിരിക്കുമ്പോഴത്തേന് പുള്ളിക്ക് വേദനയാ. അശുദ്ധിക്കകത്ത് നിങ്ങളാണ് ചെളിക്കകത്ത് കിടന്നുറങ്ങുവോ? ചെളിക്കകത്ത് പായിട്ട് ഇതാ കിടന്നുറങ്ങുവോ? ദൈവാത്മാവിന്റെ ഒരു ഗതികേടെ ഈ നുണയന്റെ ഹൃദയത്തിൽ കയറി ഇരുന്ന് പുള്ളി ദുഃഖിച്ചോണ്ടിരിക്കുക അല്ലേ. അടുത്ത വാക്യം വായിച്ചേ. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാടിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ എല്ലാ കയ്പും എല്ലാ ക്രോധവും എന്ന് പറഞ്ഞാൽ ചെറുക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇറങ്ങി മൂക്കും അരിശം. അത് പക്ഷെ ഇത് ഞാൻ എന്ത് പറഞ്ഞാലും വിട്ടുവീഴ്ചയില്ല. അത് പറ്റില്ല കുഞ്ഞെ, നീ വിട്ടുവീഴ്ച ഉണ്ടാകണം. വെടിതിരിക്കുന്ന എല്ലാ ക്രോധവും എല്ലാ ദേഷ്യവും കോപവും വിട്ട് ഏറ്റവും ഒടുവിൽ കേട്ടോ സകല കയ്പും പൂർണ്ണ വേർപാട്. സ്തോത്രം. എല്ലാം ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിച്ചിട്ട് ഉപവാസം നടത്തിയാൽ മതി. പിന്നെ വെറുതെ ഇനി ഇങ്ങനെ സമയം കളയാൻ ഒന്നാമത് എനിക്ക് വയ്യ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അടുത്തൊരു 3 എടുക്കാനുള്ള ആക്കം എനിക്കില്ല. ഈ മനുഷ്യന് വിടുതൽ കിട്ടിയില്ലെങ്കിൽ നാണക്കേടുവാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിടുതലില്ല. അതുകൊണ്ട് ഈ പാസ്റ്റർക്ക് വേണ്ടി എല്ലാവരും ഏറ്റു പറഞ്ഞേ മതിയാകും. പുതിയ തീരുമാനം എടുത്തേ മതിയാകും. പ്രതീക്ഷയെടുത്ത് വാസത്തിലേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. വാസത്തിന്റെ കിടക്കുന്നു. യെശയ്യാപ്രവചനം 58-ാം അധ്യായമാണ് വാസത്തിൻ്റെത്. അങ്ങോട്ട് പോയിട്ടില്ല. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, ഉറക്ക വിളിക്കാം, അടങ്ങിയിരിക്കരുത്. ഇസ്രായേലിന്റെ പാപം ഇപ്പൊ ഞാൻ ഉറക്കം നിങ്ങളുടെ കുറ്റം പറഞ്ഞാലോ? ഉള്ളോ? പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും. കണ്ടോ, എന്റെ ജനത്തിന്റെ കുറ്റം മുഴുവനും കാകളം പോലെ ശബ്ദമുയർത്തി നീ അവരോട് പറയാ. ഇങ്ങനെ എനിക്ക് പറയാൻ ഒക്കുവോ? എന്നോട് പറഞ്ഞു കഴിഞ്ഞാലോ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ മോന്തി ഒരു കൊട്ട കാണും. അടുത്ത ആഴ്ച പിന്നെ അപ്പുറത്തെ സഭയില അല്ലെ. പേടിച്ചിട്ട് ചില മാസ്റ്റർമാര് വളരെ ശരിക്കും പ്രസംഗിക്കല്ല. എന്താണെന്നറിയാമോ? ഇതൊന്നും കാണുകയല്ലേ. ഉറക്ക വിളിക്കാം, അടങ്ങിയിരിക്കരുത്. ഇസ്രായേലിലെ ലംഘനങ്ങളെല്ലാം തുറന്നു പറയാൻ. അതുകൊണ്ട് ഒരു ദൈവദാസന്റെ ഡ്യൂട്ടി വചനം കലർപ്പില്ലാതെ പറയണം. കൂട്ടുചേർക്കരുത്. നമ്മളതിനകത്ത് തുറന്നു പറയാ, വചനം ശരിക്കും പറയാൻ പറയും. അടുത്ത ലൈൻ വായന ശേഷേ. എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തൊരു ജാതിയെ പോലെ അവർ നീതിയുള്ള പാപമെല്ലാം വെച്ചിട്ട് പാപമില്ലാത്ത വിശുദ്ധരെ പോലെ ലംഘനം ചെയ്ത് പാപവും ചെയ്തിട്ട് പാപമൊന്നുമില്ലാത്ത വിശുദ്ധരെ പോലെ ഭയങ്കര അടിയാ കൈയടിക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അന്യഭാഷയുടെ ബഹളവാ. പറഞ്ഞ മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒത്തിരി ആരാധിക്കുന്നതല്ല. ഞാൻ പറഞ്ഞു, ഹാബേൽ ഒത്തിരി ആരാധിച്ചോ? ഒറ്റ പ്രാവശ്യം വഴിപാട് നടത്തിയുള്ളൂ. കായിനോ അനേക വർഷം ഭൂമി ജീവിച്ചിരുന്നു, വഴിപാട് ഒത്തിരി നടത്തി. പക്ഷെ ഹാബേലിന്റെ ഒറ്റ വഴിപാട് കൊണ്ട് അയാൾ സ്വർഗത്തിൽ പോയി. അതുകൊണ്ട് 1000 വർഷം ഇവിടെ ജീവിച്ച് ആരാധിച്ചിട്ട് മരിച്ചു സ്വർഗത്തിൽ പോകുന്നതാണ്. എന്തിനാ 10,000 100 വർഷം ജീവിച്ചിരുന്ന് ചേട്ടന് അന്യനെ കൊന്നേച്ച് അവൻ ദൈവാരാധന നടത്തി ശിക്ഷ മേടിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്.
നമ്മൾ ആരാധിക്കുന്നെങ്കിൽ നീതിയുടെ വെപ്പുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നീതി ഉള്ളവരെ പോലെ, ഒരു കുറ്റവും ഇല്ലാത്തവരെ പോലെ അവർ വന്നിങ്ങനെ ദൈവത്തെ ആരാധിക്കുക. അടുത്ത ലൈൻ വായിരെ. അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കാത്തത് നീ നോക്കാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു ചോദ്യമാ, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ മറുപടി കിട്ടാൻ? മറുപടി ഇപ്പൊ തരും. ഞങ്ങൾ നോമ്പ് നോക്കിയിട്ട് എന്താ കിട്ടാൻ? എല്ലാരും ചോദിക്കൊരു ചോദ്യമാ. ഞാൻ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല മറുപടി. ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് വിട്ടുകൾ. അടുത്ത ലൈൻ വായി. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂര മുഷ്ടി കൊണ്ട് വിവാദത്തിനും വഴക്ക് തോൽക്കുന്നു. അടിക്കുക, നല്ല വാക്ക് പറയില്ല. അടുത്തത്, നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ്. ഇതുകൊണ്ടാ കേൾക്കാൻ, അല്ലാതെ എന്റെ സഭയുടെ കുഴപ്പമല്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം മനസ്സിലായോ? ജീവിതമില്ലാതെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി വരാഞ്ഞത്. അത് സഭയുടെ കുഴപ്പമോ പാഷയുടെ കുഴപ്പമോ അല്ല. ഹല്ലേലൂയ പറഞ്ഞ് ഇനിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനപ്രകാരം ജീവിച്ചു പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരുവത്തിലൊക്കെ അങ്ങ് പോകാം, അത്രയേ ഉള്ളൂ. എല്ലായിടത്തും അങ്ങനെ ആണല്ലോ. ഇവിടെയും വേണേ അങ്ങനെയാക്കാം. പക്ഷെ ഇത് ഇപ്പൊ അങ്ങനെ ആക്കിയ ഈ മനുഷ്യന്റെ കാര്യം പരിഹരിക്കണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ ഒരു വിടുതൽ വേണ്ടേ? അപ്പൊ നമുക്കിതൊരു പരുവത്തി വിട്ട് കളഞ്ഞാൽ അതങ്ങ് സ്തോത്രം. അടുത്ത ലൈൻ തൊട്ട് വായിച്ചപ്പോ കേട്ടോണം. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ഇവിടെ തൊട്ട് കിടക്കാം. ഈ ഉപവാസപ്രാർത്ഥന നടത്തും. ഞാൻ ചെയ്യില്ല, ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. അന്യായ ബന്ധനങ്ങൾ അഴിയുമെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല, അഴിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞ് ന്യായമല്ലാത്ത ജീവിതങ്ങളും സംസാരങ്ങളും നമ്മുടെ ഇടപാടുകളും തുടർന്ന് പോകാതെ അത് എഴുന്നേറ്റ് നിന്ന് അഴിക്കണം. കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു, ഇനി എൻ്റെ ജീവിതത്തിൽ അത് വരത്തില്ലെന്ന് പറഞ്ഞ് എല്ലാവരും അഴിച്ചു മാറ്റിയിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഭാഷയുടെ വിഷയത്തിന് വിടുതൽ കിട്ടാതെ വന്നാൽ നിങ്ങൾ ഉത്തരവാദിയാ. ഹല്ലേലൂയ പറഞ്ഞ് നിങ്ങൾ കാരണം എന്ത് ചെയ്യരുത്, ഈ വിഷയം മുടങ്ങി പോകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഉപവാസ പ്രാർത്ഥന ഇതാണ്. ഉപവാസ പ്രാർത്ഥന അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. അത് അഴിയത്തില്ല, പാർശ്വല്ലത് അഴിക്കുന്നത്, അത് ചെയ്ത പുള്ളിയാണ് അഴിക്കേണ്ടത്. അതുകൊണ്ട് ന്യായമല്ലാത്ത സംസാരം, നടപ്പ്, രീതികള്, നമ്മുടെ സ്വഭാവങ്ങള് എല്ലാം എഴുന്നേറ്റ് നിന്ന് കർത്താവേ എൻ്റെ ജീവിതത്തിൽ അഴിച്ചു കളഞ്ഞിട്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക. ഇത് ഞാൻ എപ്പോഴും പറയും, ഈ ആചാരവാക്കരുത്. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഈ 37 വർഷമായതുകൊണ്ട് എനിക്ക് ഈ പണി നന്നായിട്ട് അറിയാം. നാട്ടിലെ ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷ ഇരിക്കുന്നത് നിങ്ങളുടെ അടുത്ത കൂരപ്പടയാണ്. രണ്ടാമതിരിക്കുന്നത് പാമ്പാടിയില്ല. മൂന്നാമതിരിക്കുന്നത് മുണ്ടക്കയത്ത് 31 മൈലില്ല. നാലാമത് 14 മൈലില്ല. പിന്നെ ഞാൻ സഭചാരിൽ ഇരുന്നത് ഇടുക്കിയില്ല കേട്ടോ. ഇടുക്കിയിലെ കാപ്പിപ്പതാലിലെ മലയപ്പുതുവലെ ലെപ്പക്കട ആ ഭാഗത്തൊക്കെ ഇരുന്ന. അതുകൊണ്ട് ഞാൻ ഈ ഉപവാസപ്രാർത്ഥനയുടെ ക്രമീകരണങ്ങളൊക്കെ 37 വർഷമായിട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കിതെല്ലാം കണ്ടും കേട്ട് ഞാൻ വന്ന് അറിയാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്യും? പറയും. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ആരും പറയുകയില്ല. എന്താണെന്നറിയോ? നാളെ തൊട്ട് ഞാൻ ചെയ്യില്ല. നാളെ തൊട്ട് ഞാൻ പിന്നെ എന്തിനാ നമ്മൾ പറയുന്നത്? നാളെ തൊട്ട് പിന്നെയും നമ്മുടെ പഴയ സ്വഭാവത്തിൽ തുടരാനാണ്. ഇന്നത് പറയേണ്ട കാര്യമുണ്ടോ?
ഞാനിത് 37 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ ആരും പറയണ്ട, നാളെ തൊട്ട് ആവർത്തിക്കാതിരിക്കാമെങ്കിൽ നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ മതി. വെറുതെ സമയം കളയണ്ട. ഒന്നാലും ഇവിടെ ശുശ്രൂഷയ്ക്ക് സമയം ഇല്ലാതിരിക്കുക. എല്ലാരും എഴുന്നേപ്പിച്ച് നടത്തിയിട്ട് അത് ഏറ്റു പറഞ്ഞിട്ടെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ എന്തർത്ഥം ഇരിക്കുന്നു? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അടുത്ത ലൈൻ വായിരെ. നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. നുകത്തിന്റെ അമിക്കയർ, വാശി, വൈരാഗ്യം, എഴുന്നേറ്റ് നിന്ന് അഴിച്ചുകള. എനിക്ക് ഇന്ന ആളോട് പിണക്കുണ്ട്, ഞാൻ അയാളുമായിട്ട് മിണ്ടിയിട്ട് വർഷങ്ങളായി. എഴുന്നേറ്റ് അഴിച്ചുകള. കോപമുണ്ട്, ദേഷ്യമുണ്ട്, അരിശമുണ്ട്, ഇതിനടിയിലാണ് പെടലിയിരിക്കുന്നത്. ആ നുകങ്ങളെല്ലാം അഴിച്ചുകള. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം, അരിശം, എടുത്തിയാട്ടം, ആ നുകമൊക്കെ പൊട്ടിക്കണം. നമ്മുടെ പാപത്തിന്റെ നുകത്തിന്റെ അടിയിൽ ദേഷ്യം, കോപം, അരിശം ഇതിൻ്റെയൊക്കെ അടിയിലെങ്കിൽ കാള നുകത്തിന്റെ അടിയിൽ കൊണ്ട് തല വെച്ചു കൊടുക്കുന്ന പോലെ അത് വെച്ചോണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ നുകം എടുത്ത് മാറ്റാതെ ഞാൻ ഇവിടെ കിടന്ന് കലി തുള്ളി പ്രാർത്ഥിച്ചിട്ട് എന്ത് കൊടുക്കാനാ? വെറുതെ കൈയടിച്ച് എൻ്റെ കൈയും കഴക്കും അല്ലല്ലോ. നുകത്തിന്റെ അമ്മിക്കരുകൾ നിങ്ങൾ അഴിക്കണം. ഏത് നുകത്തിന്റെ കീഴിലാ പെടലി വെച്ചിരിക്കുന്നത്? ആരോടെങ്കിലും ദേഷ്യമുണ്ടോ, വൈരാഗ്യമുണ്ടോ, വാശിയുണ്ടോ, പിണക്കുണ്ടോ, എന്തെങ്കിലും പ്രത്യേക സ്വഭാവമുണ്ടോ, അത് അഴിച്ചു കളഞ്ഞിട്ട് ഇന്ന് നിരപ്പ് പ്രാപിച്ചിട്ട് ഉപവാസം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തുള്ളൂ. സ്തോത്രം. അടുത്തത്, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക. പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക. ആരെയും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? അവരുടെ മനസ്സിന് ഭാരപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ യാഗത്തിനായി കടന്നു വരുമ്പോൾ യാഗപീഠത്തിൽ യാഗവസ്തു വെക്കാം. അതിന്റെ മലയാള അർത്ഥം പ്രാർത്ഥനാ വിഷയം താത്തു വെക്കാം. പ്രാർത്ഥനയ്ക്ക് വന്നേക്കും ഉപവാസവും കൊണ്ട്. എന്തുകൊണ്ടാ വന്നേക്കുന്നത്? ഈ പാവം പിടിച്ച മനസ്സിന്റെ വിഷയമായിട്ട് അതവിടെ വെക്കാൻ പറഞ്ഞു. യാഗവസ്തു അവിടെ വെക്കേ. നീ പോയി നിന്റെ സഹോദരനോടെ നിരന്നുകൊള്ളുക. അവൻ ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞത്, നീ അങ്ങോട്ട് പോയി അവനോട് എന്ത് ചെയ്യുക? അവൻ ഇങ്ങോട്ട് വന്നിട്ട് പോലും മിണ്ടാതെ നടക്കുന്നവരുണ്ട്. അങ്ങോട്ട് ആരും പോകണ്ട. അപ്പൊ എന്ത് ചെയ്യാ? അങ്ങോട്ട് പോയി നീ അവനോട്. അതിപ്പോ പണ്ട് ഇവിടെ ഈ നമ്മുടെ ഈ കവലിവിഷ് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ബോംബെയിൽ നിന്ന് ഇവിടെ വന്നത്. നമ്മുടെ സണ്ണിച്ചാനോടൊക്കെ പുള്ളി ആലോചന പറയുക. നമ്മുടെ സണ്ണിച്ചാൻ എന്നോട് പറഞ്ഞു, ഈ നീല ഫ്ലൈറ്റ് സണ്ണിച്ചാൻ ചെന്ന് ഇറ്റലിയിൽ ഇറങ്ങുന്നതായിട്ട്. സണ്ണിച്ചാൻ 25 വർഷമായിട്ട് ഇറ്റലി സ്വപ്നം പോലും കണ്ടിട്ടില്ല. എന്നോട് പറഞ്ഞു, എൻ്റെ ഭാഷ എന്നോട് പറഞ്ഞ ആലോചനയാ, നീല ഫ്ലൈറ്റ് സണ്ണിച്ചാൻ പറന്ന് ഇറ്റലിയിൽ ഇറങ്ങി. കഴിഞ്ഞ ആഴ്ചയിലൂടെ അത് വാർത്തച്ചപ്പോൾ ഞാൻ ഇറ്റലി സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവും. ഈ പ്രസംഗമാണ് ഇഷ്ടമാ. മഞ്ഞ പ്ലേറ്റ് കയറുന്നു, നീല പ്ലേറ്റ് പോകുന്നു, തണുപ്പ് രാജ്യത്ത് ഇറങ്ങുന്നു. ഈ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അയർലൻഡും ഒക്കെ അല്ലേ? അയർലൻഡ്, കാനഡ, നേഴ്സുമാരൊക്കെ കാണുന്ന സ്വപ്നം അതാണ്. അതൊക്കെ വലിയ ഇഷ്ടമുള്ള പ്രസംഗമാ. നുകത്തിന്റെ അമ്മിക്കയറ്. അതിന് ഭാഷ എന്നാ പറഞ്ഞാലും പക്ഷേ അമ്മച്ചി വേണ്ട ശാലപ്പെട്ട പറഞ്ഞു പറഞ്ഞ കൈ എന്ത് ചെയ്താ മുക്കുകയല്ല. അപ്പൊ ഉദ്ദേശി ചോദിച്ചു, എന്നാ അമ്മച്ചി കൈ വെക്കാറ്? അതേ അവക്കിട്ട് കൊടുക്കാതെ ഞാൻ ഈ കൈ മുക്കുകയല്ലെന്ന് പറഞ്ഞു. ഈ ഭാഷ എന്ത് പറഞ്ഞാലും ഈ കൈ ഞാൻ മുക്കണമെങ്കിൽ രണ്ടെണ്ണം കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുക. നുകത്തിന്റെ അമ്മിക്കയറുകളെ തർക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. അടുത്ത പദം, എല്ലാ നുകത്തെയും തകർക്കുക. അടുത്ത ലൈൻ വായില്ല. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം, ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം, പൂർണ്ണ വേർപാട്. ഇല്ലെങ്കിൽ റേച്ചാൻ പറഞ്ഞ പോലെ സമയം കളയണ്ട. എന്തിനാ വെറുതെ ഈ ആഴ്ചയിൽ ഉപവാസം, അടുത്ത ആഴ്ചയിൽ ഉപവാസം, വെറുതെ ഒരാചാരം പോലെ ഇങ്ങനെ എന്തിനാ അങ്ങനെ സമയം കളയുന്നേ? സ്തോത്രം. എല്ലാ നുകത്തെയും തകർക്ക, ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ആരാധനയുടെ പ്രമാണമൊക്കെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, എല്ലാ ആഴ്ചയിലും വന്ന് ആരാധിക്കേണ്ടതല്ല ഇവിടുത്തെ വിഷയം. ആരാധന എല്ലാവരും ചെയ്യുന്നുണ്ട്, അതല്ല വിഷയം. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്, പ്രമാണമുണ്ട്. അത് നമ്മൾ പറഞ്ഞു. റോമാലേഖനം 12-ാം അധ്യായമാണ് നമ്മൾ വായിച്ചത്. നിങ്ങളുടെ ശരീരങ്ങളെ
ജീവനും വിശുദ്ധിയും. വിശുദ്ധി വേണ്ടേ? വിശുദ്ധി വേണ്ടേ? പറഞ്ഞാട്ടെ. അതോ ചീത്തയും തെറിയൊക്കെ വിളിച്ചേച്ച് വായിക്ക് വരുന്ന പോലൊക്കെ സംസാരിച്ചേച്ച് ഇവിടെ വന്ന് ആരാധിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ആ വാക്യം വലിച്ചു കീറിക്കളാം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് ആരാധനയിൽ ദൈവം പ്രസാദിക്കണം. ദൈവം പ്രസാദിക്കുന്ന ആരാധനയാകണമെങ്കിൽ വിശുദ്ധി വേണം. അടുത്ത ലൈൻ എഴുതിയിരിക്കുന്നുണ്ടോ? ലോകത്തോട് അനുരൂപപ്പെടാതെ, ലോകക്കാരെ പോലെ സംസാരിക്കരുത്, നടക്കരുത്, ജീവിക്കരുത്. വേർവിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവിച്ചിട്ട് വേണം ഹല്ലേലൂയ ഇതൊക്കെയും നമ്മള് ചെയ്യുവാൻ. സ്തോത്രം. മനസ്സിലായല്ലോ? എന്നിട്ട് ആരാധിക്കണം. അത് ആരാധനയ്ക്ക് വെച്ചേക്കുന്ന വേർപാട് നമ്മൾ ജീവിച്ചിട്ട് ആരാധിച്ചിട്ട് വല്ല വിശേഷമുണ്ടോ? വെറുതെ വന്ന് ആരാധിക്കാം, നമുക്കിങ്ങനെ പോകാം, അത്രയേ ഉള്ളൂ. ആരാധനയെ വിടുതൽ വേണമെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് നടക്കണം. ഓക്കെ, ഇത്രയും പറഞ്ഞ് വിടുക. ലേവ്യ പുസ്തകം എടുക്കാം. പാസ്റ്റർ ആരാന്നറിയാവോ? പാസ്റ്ററെ സ്തോത്രം. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 3 തൊട്ട് ചില വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. സമയത്ത് പരിമിതിയോട് പെട്ടെന്ന് പോട്ടെ. പാപയാഗത്തിന് ഒരു കാളക്കിടാവിനോടും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനോടും കൂടെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കണം. അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ചു, ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ട ഇട്ട്, പഞ്ഞിനൂൽ കൊണ്ടുള്ള നടുക്കെട്ട് കെട്ടി, പഞ്ഞിനൂൽ കൊണ്ടുള്ള മുടിയും വെക്കണം. ഇവ വിശുദ്ധ വസ്ത്രമാകിയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം. മതി. പാസ്റ്റർ പദവി എടുത്തിടുന്ന ആള് ദേഹം എന്ത് ചെയ്യണം? വെള്ളത്തിൽ അഴുക്കിരിക്കെ ചെയ്ത് പാസ്റ്റർ പദവി എടുത്തിടരുത്. മനസ്സിലായോ? പുരോഹിതൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധമായ കാര്യമാണ്, അതുകൊണ്ട് എൻ്റെ ദേഹവാദി കഴുകണം. ഇത് നമ്മുടെ ജീവിതത്തിൽ കുറവിരിക്കെ ചെയ്ത് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പോയാൽ അത് വചനവിരുദ്ധമല്ലേ? നമ്മൾ ആദ്യം കഴുകി വെടിപ്പാക്കണ്ടേ? ഞാൻ പറഞ്ഞ കേട്ടോ നിങ്ങളെ, ഒരൊറ്റ യോഗ്യത കുറയാൻ പറ്റില്ല. നടുക്കെട്ട് അയാളുടെ യോഗ്യത, അത് വേണം. തലപ്പാവ് അതാണ് അയാളുടെ യോഗ്യത. കാൽച്ചട്ട വേണം, അത് അയാളുടെ. അപ്പൊ പാസ്റ്റർക്ക് വചനത്തിലുള്ള ക്വാളിറ്റി മുഴുവനും ഉണ്ടെങ്കിൽ ശുശ്രൂഷിക്കാവുള്ളൂ. അതിലൊന്ന് കുറവാണെങ്കിൽ അഹരോനോട് പ്രത്യേകം പറയണം, നീ ഇങ്ങോട്ട് കയറരുതേ, ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് നീ കയറരുതേ. ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് കയറുന്നെങ്കിൽ നിനക്ക് പ്രമാണപ്രകാരം തന്നിരിക്കുന്ന യോഗ്യത പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കണം. അതാ വായിച്ചത്. ഒരു പുരോഹിതന് ദൈവം വചനപ്രകാരം ചില യോഗ്യതകൾ കൊടുത്തിട്ടുണ്ട്. അവൻ എന്തു വേണമെന്ന? തലപ്പാവ് വെച്ചിരിക്കണമെന്നുണ്ട്, അവൻ അരയിൽ കെട്ടിയിരിക്കണമെന്നുണ്ട്, കാൽ ചട്ട വേണമെന്നുണ്ട്, മാർപതക്കം തങ്കപ്പതക്കം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുന്ന സാധനമാണ്. ഇവിടെ ഒരു 12 രക്തക്കല്ലിൽ 12 ഗോത്രത്തിന്റെ പേര് കൊത്തുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സകല വിശ്വാസികളുടെയും പേരും അഡ്രസ്സും പുരോഹിതന്റെ ഇവിടെ ഉണ്ടായിരിക്കണം. ആഴ്ചയിൽ പോലും വിശ്വാസിയെ വിളിക്കാത്ത ശുശ്രൂഷ ഒന്നും ശുശ്രൂഷയല്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ആദ്യം അതൊക്കെ അറിഞ്ഞിരിക്കണം. പുരോഹിതൻ എന്തറിയണം? ഞാൻ കൈകാര്യം ചെയ്യുന്ന ശുശ്രൂഷ വിശുദ്ധമായതുകൊണ്ട് ഈ പദവി ഞാൻ ഇടുന്നതിന് മുമ്പ് എന്നെ കഴുകണം. ദേഹം വെള്ളം കൊണ്ട് കഴുകി. ഒരു ക്വാളിറ്റിയും കുറയരുത് കേട്ടോ. എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം. അടുത്ത ലൈൻ തൊട്ട് വായിച്ചേ. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റിനെയും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റിനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹരോൻ അർപ്പിച്ചും തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ ആ 2 കോലാട്ടുകൊറ്റിനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തേണം. പിന്നെ അഹരോൻ യഹോവയ്ക്കെന്ന് ഒരു ചീട്ടും അസസേലിൽ നിന്ന് മറ്റൊരു ചീട്ടും ഇട്ട് ഇങ്ങനെ 2 കോലാട്ടുകൊറ്റിനെയും ചീട്ടിടണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുകൊറ്റിനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. കണ്ടോ?
ആ രണ്ടാട്ടുകൊട്ട് ശ്രദ്ധിക്കണം എല്ലാരും കേട്ടോ. രണ്ടാട്ടുകൊട്ടനെ പാസ്റ്റർ എടുക്കണം. ആദ്യം പാസ്റ്റർ എന്താ ചെയ്യണ്ടേ? തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി പാപപരിഹാര യാഗം, ആദ്യം തൻ്റെ ഭാര്യ, തൻ്റെ കുഞ്ഞുങ്ങൾ, തൻ്റെ ഭവനത്തിന്റെ കുറവ് ആദ്യം തീർത്തിട്ടേ മറ്റുള്ളവരുടെ കുറവ് തീർക്കാൻ ഇറങ്ങാവുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ? തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി എന്ത് ചെയ്യണം? പാപപരിഹാര യാഗം നടത്തി തൻ്റെ കുടുംബത്തെ ശുദ്ധീകരിച്ചതിന് ശേഷം രണ്ടാമത്തെ ആടിനെ എന്ത് ചെയ്യണം? അത് ഇസ്രായേലിന് വേണ്ടിയുള്ളതാണ്. അപ്പം നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ഭാര്യയും നമ്മുടെ ജീവിതവും കുറവ് തീർക്കാതെ വിശ്വാസികളുടെ കുറവ് തീർക്കരുത്. നമ്മുടെ പാസ്റ്റർക്ക് തെറ്റുണ്ടെന്നല്ല പറഞ്ഞത്, പാസ്റ്റർമാരുടെ പ്രമാണം പഠിപ്പിക്കുക. ചില സഭയിലൊക്കെ ചെന്നാൽ അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ ഭാര്യമാരും തോന്നിയ പോലെ നടക്കുമ്പോൾ പാസ്റ്റർ വിശ്വാസികൾക്ക് എന്ത് ചെയ്യുക? ആത്മാവ് കൊടുക്കുക, വിശ്വാസികൾക്ക് കൃപ കൊടുക്കുക. അങ്ങനെയാണ് അവിടെ എഴുതിയേക്കുന്നത്. ആദ്യം തൻ്റെ കുടുംബത്തിന് വേണ്ടി പാപപരിഹാര യാഗം നടത്തണമെന്നല്ലേ അവിടെ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ? പുരോഹിതൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? തൻ്റെ കുടുംബത്തിന് വേണ്ടി ആദ്യം പാപപരിഹാര യാഗം നടത്തിയിട്ട് ഇസ്രായേലിന്റെ പാപം എന്ത് ചെയ്യാവുള്ളൂ. അതാ വചനം. സ്തോത്രം. അല്ലാത്തവരുടെ ശുശ്രൂഷ നിങ്ങൾ അംഗീകരിക്കാൻ പോകണ്ട. അത് ഞാനാണേലും ശരി, എൻ്റെ ജീവിതത്തിലെ കുറവിരിക്കച്ചേരും നിങ്ങളെ നന്നാക്കാൻ വന്നാൽ നിങ്ങളത് ഏറ്റെടുക്കണ്ട. അങ്ങനെ വ്യവസ്ഥ ഇല്ല നമുക്ക്. സ്തോത്രം പ്രതി. പുരോഹിതൻ ആദ്യം അവന്റെ കുടുംബത്തെ എന്ത് ചെയ്യണം? അവന്റെ ജീവിതം ആദ്യം ക്രമീകരിക്കപ്പെടണം എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതിന് ശേഷം എന്ത് ചെയ്യാവുള്ളൂ? സ്തോത്രം. അതിനുശേഷം ഇസ്രായേലിന്റെ പാപത്തിന് വേണ്ടി യാഗം നടത്തുക. ഓക്കെ, സ്തോത്രം. ഇനിയും ഒത്തിരി ഇങ്ങനെ കിടക്കുന്നു, ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു, ദൈവത്തോട് ആദ്യം നിരപ്പ് പ്രാപിച്ചു, വചനമനുസരിക്കാഞ്ഞത് ദൈവത്തോട് ചെയ്ത പാപം, ആരാധന മുടക്കിയത് ദൈവത്തോട് ചെയ്ത പാപം, ഉടമ്പടി തെറ്റിച്ചത് ദൈവത്തോട് ചെയ്ത പാപം, വചനമനുസരിക്കാത്തത് ദൈവത്തോട് ചെയ്ത പാപം. ഇതൊന്നും എന്നോട് സഭയോട് ചെയ്ത പാപമല്ല. വചനം ദൈവത്തിൻ്റെതാണ്, പ്രമാണം ദൈവത്തിൻ്റെതാണ്, ഉടമ്പടി നിങ്ങൾ ദൈവത്തോടാണ് ചെയ്തത്. അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞിട്ട് കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഞാനത് എത്രയും പെട്ടെന്ന് നിറവേറ്റാമെന്ന് അങ്ങ് തീരുമാനിക്കുക. കർത്താവ് നേരത്തെ പറഞ്ഞു, വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നേരാതിരിക്കുന്നത് നല്ലത്. ചാടിക്കേറി ഒരു തീരുമാനം ആരും എടുക്കരുത്. കാരണം നല്ലതാ, നമ്മൾ നേർന്നാലോ അത് കൃത്യമായി നമ്മളെ ചെയ്യാൻ വരാത്ത കാര്യത്തിൽ ചിലക്ക് ഈ ആത്മീയം അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ പിന്നെ അങ്ങ് ഭയങ്കര തീരുമാനമാണ്. ഈ തീരുമാനം 2 ആഴ്ചകളുണ്ട് ഈ പുള്ളിയെ തീരുമാനത്തിന്റെ 7 അയൽവക്കത്ത് ഈ പുള്ളിയെ പിന്നെ കാണുകയില്ല. സ്തോത്രം കേട്ടോ. ദൈവത്തോടെ രണ്ടാമത് സഭ തമ്മിൽ വിളിക്കാത്ത, സഹകരിക്കാത്ത, നമ്മൾ കേട്ടോ തമ്മിൽ അവയവങ്ങളെന്നല്ലേ എഫീസ്യ ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിച്ചു കേട്ടത്. തമ്മിൽ ആരാ? ആമേൻ. മനസ്സിലായല്ലോ? ആമേൻ. പ്രത്യേകിച്ച് പാസ്റ്റർമാർക്ക് പിന്നെയും ചില ക്വാളിറ്റികളുണ്ട്. എന്നാന്നറിയാമോ? എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നോക്കിക്കേ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നവരാണ്. ഓരോ വിശ്വാസിയുടെയും കണക്ക് ഒടേതമ്പുരാൻ ചോദിക്കും. നിന്റെ കയ്യിൽ ഇത്ര കുടുംബം തന്നില്ലേ? നിന്റെ കയ്യിൽ ഇത്ര വീട്ടുകാരില്ലായിരുന്നോ? ഇത്ര ആളില്ലായിരുന്നോ? അവരുടെ ജീവിതം എവിടം വരെ എത്തി? അവർ വചനത്തിൽ എത്രത്തോളം വളർന്നു? അവർ വിശ്വാസത്തിൽ എത്രത്തോളം ആയി? അവരോടുള്ള നിന്റെ ഇടപാടുകൾ എങ്ങനെ ഇരിക്കുന്നു? ഓർത്തോണം, വിശ്വാസികളുമായുള്ള ഇടപാടുകള് തമ്പുരാന്റെ മുമ്പിൽ കണക്ക് തീർക്കേണ്ട വ്യക്തികളാണ്. അതുകൊണ്ട് വിശ്വാസികളെ പോലെ പാസ്റ്റർമാരാകരുത്. വിശ്വാസികള് ഒന്ന് തമ്മിൽ വിളിച്ചില്ലേലും ഒന്നും കുഴപ്പമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പാസ്റ്റർമാരും തീർച്ചയായിട്ടും ഇടയൻ എന്ത് കൊടുക്കണം? ആടിന്റെ കണക്കുടമസ്ഥന് കൊടുക്കണ്ടേ? സ്തോത്രം പറഞ്ഞ് കണ്ടോ? നിങ്ങളെ നടത്തുന്നവരെ നിങ്ങൾ മറന്നു പോകരുത്. അവരാരാന്നാ പറഞ്ഞത്? കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ചോദിക്കും,
നിങ്ങളോടൊക്കെ ചോദിക്കൂ, എന്താ പ്രാർത്ഥിക്കാഞ്ഞ്, എന്താ വീട്ടിൽ പോകാഞ്ഞ്, എന്താ അവരുടെ വിഷയം നിങ്ങൾ ഏറ്റെടുക്കാഞ്ഞത് ചോദിക്കുമ്പോൾ അതിനെല്ലാം ഉത്തരം പറയണം. സ്തോത്രം. അതൊന്നും പറ്റുകയില്ലെന്നുണ്ടെങ്കിൽ ഈ പണിക്ക് നമ്മൾ എന്ത് ചെയ്ത് ഇറങ്ങിയേക്കരുത്. സ്തോത്രം പറഞ്ഞ് അതൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മളെ ഇറങ്ങാവുള്ളൂ എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. ആമേൻ. പ്രസംഗിക്കാൻ സമയമില്ല. ലൂക്കോസ് 16:2 വായിച്ചേ. 16 ആ 16:2. അവൻ അവനെ വിളിച്ച്, ആ. നിന്നെ കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? ആ. നിന്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. ഇവിടെ സ്വർഗീയ ഭവനത്തിന്റെ കാര്യവിചാരകന ദൈവദാസന്മാർ. ഈ ഭവനം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ ഈ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് എന്ത് ചെയ്യണം? ഇവിടെ നടക്കുന്ന ആരാധനയുടെയും കൂട്ടായ്മയുടെയും ഒക്കെ കണക്ക് ചോദിക്കും. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കൊടുത്തേ. യജമാനൻ വിളിച്ച് ചോദിക്കും, ഞാൻ നിന്നെ വിശ്വസിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചത് എന്തിയെ ഞാൻ ഏൽപ്പിച്ചത്? നഷ്ടമാണോ ലാഭമാണോ? തകർന്നു പോയോ? ഈ കാര്യത്തിന് 2 സ്വഭാവമുണ്ട് ഇയാൾക്ക്. അങ്ങനെ മിക്ക പേർക്കും 2 സ്വഭാവമുണ്ട്. എന്താ പറയുക? ഈ കാര്യത്തിൽ യജമാനുള്ളപ്പം എല്ലാ കാര്യവും നന്നായിട്ട്, യജമാനൻ പോയി കഴിയുമ്പോൾ ഇവന്റെ സ്വഭാവം മാറും. ചിലരെങ്ങനെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും നല്ല ക്ലിയർ ആയിട്ട് പ്രമാണം പറയും, എല്ലാം പറയും. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ പുള്ളിക്ക് അതുമായിട്ട് യാതൊരു യജമാനനുള്ളപ്പോ കൃത്യമായ കണക്ക്, കാര്യങ്ങള്, നോട്ടമൊക്കെ ഉണ്ട്. യജമാനൻ പോയി കഴിയുമ്പോൾ എഴുതിയിരിക്കുന്നത് വസ്തു നാനാവിധമാക്കുന്ന നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവിന്റെ മുമ്പിൽ മാത്രമല്ല, ലോകത്തിന്റെ മുമ്പിലും വിശ്വസ്തരായിരിക്കണം. എപ്പോഴും നമ്മൾ ആ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം. ഏൽപ്പിച്ചതിന്റെ കണക്ക് കൃത്യമായി കൊടുക്കേണ്ട വ്യക്തികളാണ് ആരെ? കാര്യവിചാരകത്വം ഏറ്റെടുക്കുന്നവർ. ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ഓർപ്പിക്കുന്നല്ലോ, കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്, മറന്നു പോകരുത്. ആമേൻ. ലൂക്കോസ് 19:11 നമ്മൾ പണ്ടൊരിക്കൽ വായിക്കുമെന്നും പണ്ട് ഇങ്ങോട്ട് നോക്കിയോ, ഞാൻ പറയാം. താലന്ത് ഏൽപ്പിച്ചു, മടങ്ങി വന്നപ്പോ കണക്ക് ചോദിച്ചു. ഞാൻ തന്നതിന്റെ കണക്ക് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ഏതാണ്? സുവിശേഷമെന്ന താലന്ത കർത്താവ് അങ്ങോട്ട് കൊടുത്തു. എന്തിനത് കൊടുത്തത്? ഇത് കൊടുത്തത് ഓരോ വീടുകളിൽ കയറിയിറങ്ങി കൈമാറി ഇത് വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി കൊടുത്തതാ. കച്ചവടത്തിന് കൊടുത്തതാ. മടങ്ങി വന്നപ്പോൾ കണക്ക് ചോദിച്ചു. കണക്ക് ചോദിച്ചപ്പോൾ 2 പേര് ക്ലിയർ ആയിട്ട് കണക്ക് കൊടുത്തു. ഒരുത്തൻ കുഴിച്ചിട്ട് കളഞ്ഞു. കുഴിച്ച് ഇട്ടു. അവൻ ഒരു പ്രവർത്തനവും ചെയ്തില്ല. ആരോടും ഒന്നും പറയാൻ പറ്റില്ല. ചിലരുടെ നല്ല കാര്യം ആരോടും ഒന്നും പറയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കുഴപ്പമില്ല. പക്ഷെ ഒടേതമ്പുരാൻ കണക്ക് ചോദിക്കുമ്പോൾ നിന്നെ നല്ല ദാസനേ എന്ന് വിളിക്കണം. ഹല്ലേലൂയ പറഞ്ഞ് നല്ല ദാസനേ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഏറ്റെടുക്കുന്ന പുള്ളി അറിയണം, ഏറ്റെടുത്തത് അന്നുകൊണ്ട് തീരുന്നത് അല്ലിതേ. ഈ തന്ന പുള്ളി കണക്ക് ചോദിക്കും. അദ്ദേഹം മടങ്ങി വരും. അദ്ദേഹം പറയും, നീ എൻ്റെ താലന്ത് കുഴിച്ചിട്ടു അല്ലേ? അദ്ദേഹം ചോദിക്കുക, നിനക്ക് വല്ല പലിശക്കാർക്കും കൊടുത്തുകൂടായിരുന്നോ? എന്ത് ചെയ്തേനെ? സ്തോത്രം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ ഏത് രാത്രിയിലും ഏത് സമയത്ത് ശിഷ്യന്മാരെ 4-ാം അധ്യായം മർക്കോസ് 35-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചോളാം. അവിടെ എഴുതിയിരിക്കുന്ന സന്ധ്യയായപ്പോൾ 35:4 വരുവി നാം അക്കരയ്ക്ക് പോകാം. അന്ന് അതിന്റെ മുകളിലോട്ട് നിങ്ങൾ വായിക്കണം. അന്ന് പകല് മുഴുവനും കർത്താവിന്റെ ബൈബിൾ ക്ലാസ് ആയിരുന്നു. പകല് മുഴുവനും ബൈബിൾ ക്ലാസ്. സന്ധ്യ ആയപ്പോഴത്തേന് ഈ പാവങ്ങള് കാലും കൈയെല്ലാം ഒന്ന് കഴുകി, മുഖമെല്ലാം ഒന്ന് കഴുകി, ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തപ്പോ 35-ാമത്തെ വാക്യത്തിൽ പുള്ളി പറയാ, വേണ്ട, വാ നമുക്ക് അക്കരയ്ക്ക് പോകാം. ഇവിടെ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ പകല് മുഴുവൻ ഉപവാസം വെച്ചോണ്ട് ഈ പാതിരാത്രി ഈ മനുഷ്യൻ ഞങ്ങളെ കിടത്തുകയല്ലെന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചത് അല്ലേ? സ്തോത്രം പറഞ്ഞ് അവര് സന്ധ്യ ആയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, ഇരുന്ന പാടെ കട്ടൻ കാപ്പി കുടിക്കാൻ ദൈവം അനുവദിച്ചില്ല. കർത്താവ് പറഞ്ഞു ഇപ്പൊ തന്നെ പോണം. നമ്മളാണേലോ 2 പ്രാർത്ഥന കൂടുതൽ നടത്തി പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, സഭയിലോട്ട്
ഇങ്ങനെയാണ് ഞാൻ വരത്തില്ല കേട്ടോ. ഇവിടെ വല്ലവരും പറഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല. അല്ലേ? ഇങ്ങനെയാണ് ഞാനിനി സന്ധ്യയായപ്പോ അക്കരയ്ക്ക് പോകാന്ന് പറയാ കേട്ടോ. അന്ന് പകല് മുഴുവനും വെള്ളം കുടിക്കാൻ സമയം ഈ ശിഷ്യന്മാർക്ക് കിട്ടിയിട്ടില്ല. വലിയ ബൈബിൾ ക്ലാസ്സൊന്നും അവിടെ എഴുതിയിരിക്കുന്നത്. വിത്തിനെ കുറിച്ചൊക്കെ കർത്താവ് പ്രസംഗിക്കുകയായിരുന്നു, വിത്ത് വിതച്ചതിനെ കുറിച്ചൊക്കെ. ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോ സന്ധ്യയായപ്പോ ഇവരോർത്ത് എങ്ങനെയും വീട്ടിൽ പോയിന്ന് 10 മിനിറ്റ് ഇരിക്കാന്ന് ഓർത്തപ്പോ പുള്ളി പറയാ നടക്കത്തില്ല, ഇപ്പൊ തന്നെ പോണം, കാറ്റും മഴയും വരാൻ തുടങ്ങി. ആ രാത്രി പോയി. എന്താ കാര്യം നിങ്ങൾക്കറിയാവോ? ഒരുത്തന്റെ ദേഹത്ത് അവിടെ ഒരു ഭൂതം കയറിയിരിക്കുക ഗദര ദേശത്ത്. ആ ഭൂതത്തിന്റെ പേര് ലഘിയോൻ. 10,000. നേരം വെളുത്താൽ അവന്റെ തല പോകും, ചത്തുപോകും. അതിനു മുമ്പ് രാത്രി തന്നെ അവിടെ എത്തണം. യേശു ആ രാത്രി തന്നെ ഇവരെ കൊണ്ട് പോയി, അവന് സൗഖ്യമായി. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാണ്, ഒരു സുവിശേഷകന് സമയമില്ല. അർദ്ധരാത്രിയാണെങ്കിലും അവൻ അതിന് തയ്യാറായിക്കൊള്ളണം. അല്ലേലിയ പറഞ്ഞ് സന്ധ്യ ഞാൻ പകല് മാത്രമേ 8 മണിക്കൂർ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നും ആരും പറഞ്ഞേക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഇറങ്ങണ്ട. യേശു പറഞ്ഞു ഇപ്പൊ തന്നെ പോകണം. പകല് മൊത്തം സുവിശേഷമായിരുന്നു. ആ രാത്രി പോയി എന്നതുമേ ആ പാവങ്ങള് തിരമാല ഇളകി, കൊടുങ്കാറ്റിളകി, അവിടെ കിടന്ന് അവരനുഭവിച്ച വേദന. അത് കഴിഞ്ഞ് ഈ പടക് അക്കരയ്ക്ക് എത്തിയപ്പോഴോ മറ്റവരുടെ ദേഹത്ത് ഭൂതം കയറി കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ആ രാത്രിയിൽ എന്ത് ചെയ്തു? ആമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊക്കെയാണ് എന്ത് ചെയ്യല്? അന്ന് വിശ്വാസ ജീവിതം നടത്തിയത്. അത്തായിയൊക്കെ എത്ര നല്ല ആൾക്കാരായി, ഓരാനും ഒക്കെ. പ്രൈസ് ദി ലോർഡ്. അപ്പം സമയമില്ല, ഇതിന് പരിമിതിയില്ല, കണക്കില്ല. ഏത് രാത്രിയായാലും കൊള്ളാം, ദൈവവേല സന്തോഷത്തോടെ ചെയ്തോണം. കാര്യം ഞാൻ ചോദിക്കുക, ഇവരാ രാത്രി പോയില്ലായിരുന്നു, നാളെ നേരം വെളുക്കുമ്പോൾ ഗദരദേശത്ത് ശവോടൊക്കെ നടക്കും. 2000 പന്നിയെ ഭൂതം കൊന്നുകളഞ്ഞു. ഇവനെ കൊല്ലാൻ വല്ല സമയം വല്ലതും വേണോ? അതിനു മുമ്പേ യേശു അവിടെ എത്തി. സ്വത്രം പറഞ്ഞ് ആ രാത്രിയിൽ യേശു എത്തിയത് കൊണ്ടാണ് ആ മനുഷ്യൻ വിടുതൽ പ്രാപിച്ചത്. ഇപ്പോൾ സമയമായിരിക്കുന്നത് കൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. സമയം ഒത്തിരി പോയെന്ന് എനിക്കറിയാം. പക്ഷെ വാസപാർത്ഥിനെ കുറിച്ച് ഇവിടെ വന്നിട്ട് 10-15 വർഷമായി. ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് പറയണ്ടേ? ഇതെങ്ങനെയൊക്കെ നമ്മുടെ ബൈബിളിൽ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് അറിയണ്ടേ? സ്തോത്രം. ആമേൻ. അപ്പം മനസ്സിലായല്ലോ. ഇനി നമ്മളെ കുറവുകൾ ഏറ്റു പറഞ്ഞ് സമർപ്പിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ചിലർക്ക് ഇതൊന്നും കേട്ട വിഷയമല്ലല്ലോ. അതോടൊന്നും പ്രസംഗിക്കുന്നില്ല, പറയാം. യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ റാഹേൽ എന്ത് ചെയ്തു? ഗ്രഹകുംഭം എടുത്ത് കൈവച്ചു. യാക്കോബ് അറിഞ്ഞില്ല. ഒരു കെട്ട് തുണിയാ, ഒരു തുണി എടുത്തിട്ട് ആ തുണിക്കകത്ത് റാഹേലിന്റെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം, റാഹേലിന്റെ ചുരിദാറും ബ്ലൗസും എല്ലാം കൂടെ കെട്ടിയിട്ട് അതിനകത്ത് ആരും അറിയാത്ത ഒരു ചെറിയ കെട്ട്. എന്താണെന്നറിയോ? ഈ ഗ്രഹകുംഭം. അങ്ങനെ പലരും ഉണ്ട്, ആരും അറിയാത്ത ചെറിയ കെട്ടകത്ത്. അങ്ങനെ സൂക്ഷിക്കുന്നവരോട് ഞാൻ പറയും, ഈ ചെറിയ കെട്ട് ആരും കാണത്തില്ലെന്നുള്ള ധാരണ കളകട്ടോ, വെച്ചേക്കുക. യാക്കോബ് ഓർത്തു, ഓ തുണിയൊക്കെ ആയിരിക്കും. അപ്പനും എല്ലാരും ഓർത്തു. പക്ഷെ ഇതൊന്നുമല്ല, ഗ്രഹകുംഭം കെട്ടിവെച്ചിരിക്കുക. ഇങ്ങോട്ട് പോരാൻ തുടങ്ങിയപ്പോ ഭർത്താവിനോട്, എൻ്റെ കയ്യിൽ സാധനമുണ്ട്, അതങ്ങ് കൊടുത്തേക്കാം. കൊടുക്കണ്ടേ? കൊടുത്തില്ല. അപ്പം പുറകെ വന്നു, വഴിക്കിട്ട് പിടിച്ചു. ഉൽപ്പത്തി 31 ആമേ വായിക്കൊന്നും വേണ്ട, 22 തൊട്ട് വായിച്ചാൽ കിട്ടും. വഴിക്കിട്ട് പിടിച്ചു. അവിടെ ചെയ്തും കൊടുക്കണ്ടേ? അവിടെ വെച്ച് കള്ളത്തരം കാണിച്ചു, കൊടുത്തില്ല. അപ്പനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനെ ഭർത്താവിനോട് പറയണം, എൻ്റെ ഈ സാധനം ഇരിപ്പുണ്ട്, അതങ്ങ് കൊടുക്കണ്ടേ? 3-ാമത്തെ പ്രാവശ്യം അതും കൊടുത്തില്ല. 4-ാമത്തെ പ്രാവശ്യം 35-ാം അധ്യായത്തിൽ എല്ലാവരും കൂടെ വന്നപ്പോൾ ഒരു കരുവേലകത്തിന്റെ ചൂട്ടിൽ എല്ലാം കുഴിച്ചിട്ടു. അന്നേരം ഈ പുള്ളിക്കാരത്തി ഞാൻ കുഴിച്ചിടണ്ടേ? അവിടെയും പുള്ളിക്കാരത്തി കൊടുത്തില്ല. 5 പ്രാവശ്യമായിട്ടും ഈ സാധനം കൊടുക്കത്തില്ല. പാത്ത് വെച്ചുകൊണ്ടിരിക്കുക. നല്ല മിടുക്കല്ലേ? നല്ല കഴിവാ. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, നല്ല കഴിവുണ്ടല്ലോ, കള്ളത്തിന് ഇങ്ങനെ മറച്ച് കൊണ്ടുപോകാൻ. പ്രൈസ് ദി ലോർഡ് അല്ലേ?
35 14 15 വാക്യത്തിൽ വരുമ്പോൾ എപ്രാത്തിലെത്താൻ അല്പ ദൂരമുള്ളപ്പോൾ 3 കിലോമീറ്ററേ ഉള്ളൂ അബ്രാഹാമിന്റെ വീട്ടിലെത്താം. റാഹേലിനൊരു പ്രസവ വേദന, ആ വഴി വീണ് മരിച്ചു. സ്തോത്രം പറഞ്ഞ് 5 പ്രാവശ്യം ഇത് കൊടുത്ത് നിരപ്പ് പ്രാപിക്കാൻ അവസരം കിട്ടിയിട്ടും കള്ളത്തരം മറച്ചു വെച്ച് എപ്രാത്തി വന്നപ്പോൾ ദൈവത്തിന്റെ കരം വീണു. സ്തോത്രം പറഞ്ഞ് ആ വഴിയിൽ വീണ് റാഹേൽ എന്ത് ചെയ്തു? അവിടെ കിടന്ന് റാഹേല് മരിച്ചുപോയി. അതുകൊണ്ട് ദൈവവൈതലേ, ഏറ്റു പറയാതെ ഇത് കൊണ്ടുപോയാൽ ദൈവത്തിന്റെ കരം നിനക്കെതിരെ ആത്മീയ യാത്രയിൽ വീഴുന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സൂക്ഷിക്കണേ. ഇതങ്ങ് കൊടുത്താ പോരെ. ബഥേലിൽ എത്തിയപ്പോ എല്ലാരും കുഴിച്ചിട്ടെന്ന് അവിടെ എഴുതിയിട്ടില്ലേ? ബഥേൽ ഈ 35 അധ്യായത്തിലുണ്ട്. ബഥേലിൽ ഒരു കരിവേലകത്തിന്റെ ചോട്ടിൽ എല്ലാവരും കുണുക്കുകൾ ഊരി ദേവന്മാരെ ഊരി കുഴിച്ചിട്ടപ്പോഴും ഈ പുള്ളിക്കാരത്തി അനക്കിയില്ല. മിടുക്ക് ചെറുക്കൻ നല്ല കഴിവുണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ. അവരോർക്കും ഇതാണ്ട് മെച്ചമുള്ള കാര്യമാണ്. ഒടേതമ്പുരാൻ എപ്രാത്തിലെത്താൻ അല്പ ദൂരമുള്ളപ്പോൾ ന്യായവിധിയുടെ കരം. നല്ല ശവോടക്ക് കിട്ടിയില്ല, പുറമ്പോക്കി കിടന്ന് മരിച്ചു. പുറമ്പോക്കിലെ നമ്മുടെ ഭാഷ പറയട്ടെ, മമ്മട്ടിത്തുമ്പ വെട്ടി തൂറ്റിട്ട് ആ ഓടെ തന്നെ ഒരു കുഴി കുഴിച്ച് അവിടെ കുഴിച്ചിട്ടു. റാഹേലിന്റെ ആരാ? റാഹേൽ പിതാമുഹി. സാറായി എവിടെ അടക്കിയത്? കാശ് കൊടുത്ത് മേടിച്ച ശവക്കോട്ടയിൽ മാന്യമായി സാറായെ അടക്കി, റിബേക്കയെ അടക്കി. റാഹേലിനെയോ വഴിയിലെ ചുരുക്കി പറഞ്ഞ നല്ലൊരു ശവോടക്ക് പോലും ഈ കള്ളത്തരം കാണിച്ച പാർട്ടിക്ക് കിട്ടിയില്ല. മരണമായിരുന്നു, പ്രസവത്തോടു കൂടിയുള്ള മരണം. സ്വന്തം ഓക്കെ. ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് കടകവിരുദ്ധം, ദൈവശബ്ദത്തിന് കടകവിരുദ്ധം യാത്ര ചെയ്യുക. യോന നിലവേ പറഞ്ഞ പുള്ളി എങ്ങോട്ടാ പോയത്? നേരെ എതിര് സർസീസിലെ. അതുകൊണ്ട് ദൈവശബ്ദം കേട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ എതിരായി പോകുന്നവരൊന്ന് അറിഞ്ഞിരുന്നു. കടപ്പുറത്ത് ചെന്നു. അതിന്റെ അർത്ഥം അറിയാമോ ജഗീഷ്? കടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുഴി ചെന്ന്, വെള്ളം കിടക്കുന്ന കുഴിയില. സ്തോത്രം. അപ്പൊ താഴോട്ട് പോവുക കേട്ടോ. കപ്പലിനകത്തോട്ട് കയറി 2ാമത്തെ പടി. പുള്ളിക്ക് ഇരിക്കാൻ മേല. പുള്ളി അടിത്തട്ടോട്ട് പോയി, വീണ്ടും കുഴിയിലോട്ടെ. കുഴി ചെന്നിട്ടും പുള്ളിയെ ഒടേതമ്പുരാൻ കടത്തിയില്ല. മോളിലൊരു ചീട്ട് വന്നു, ആ കുഴിന്നെടുത്ത് വീണ്ടും എന്ത് ചെയ്തു? എന്നിട്ടും ദൈവം വിട്ടില്ല. വീണ്ടും കുഴിയിലോട്ട് പോയപ്പോ അവിടെ ഇട്ട് പിടിച്ചിട്ട് ഒരു മത്സ്യത്തിന്റെ വയറ്റിനകത്തോട്ടങ്ങ്. അപ്പൊ എങ്ങോട്ടാ പുള്ളി പോയത്? അപ്പൊ ഒന്ന് ഓർത്തു, ഈ കടകവിരുദ്ധമുള്ള പോക്ക് ഒരിക്കലും ഉയരങ്ങളിലേക്ക് നിനക്ക് എത്താൻ കഴിയില്ല. കീഴോട്ടേ പോകത്തുള്ളൂ. കടപ്പുറത്ത് ചെന്നു, കപ്പലിനകത്ത് കയറി, 3 അടിത്തട്ടി പോയി, 4 വെള്ളത്തിൽ പോയി, 5 മത്സ്യത്തിന്റെ വയറ്റിൽ പോയി. ഒരൊറ്റ സ്റ്റെപ്പ് പോലും യോനായിക്ക് മോളിലോട്ട് പോകാൻ ഒത്തില്ല. പോയതെല്ലാം താഴോട്ടാ. അതുകൊണ്ട് ദൈവവൈതലേ, ദൈവവചനം ഏറ്റു പറഞ്ഞ് നേരെ പോയില്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, ആ കുഴിയിലോട്ട് പോകുക, എല്ലാം തകർച്ചയിലേക്ക്. എന്നെ കുറ്റം പറയല്ലേ. ഞാൻ ആ പള്ളി പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എനിക്കിത് പറ്റിയതുള്ളൂ നാളെ വിളിച്ച് പറഞ്ഞേക്കരുത്. സ്തോത്രം പറഞ്ഞേ. അങ്ങനെ ഒന്നും ആരും പറഞ്ഞേക്കരുത് കേട്ടോ. താഴോട്ട് ഇങ്ങനെ പോയി. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് കുറവേറ്റ് പറയാം, സമയമില്ലാത്തോണ്ടാ. അല്ല ഇനിയും കിടക്കുക. 2 ദിനവൃത്താന്തം 33-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം കേട്ടോണേ. ഓക്കെ. 2 ദിനവൃത്താന്തം 33-ന്റെ 10. മനശ്ശയെ 33-ന്റെ 10. യഹോവ മനശ്ശെയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ആകയാൽ യഹോവ അശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനശ്ശെയെ കൊളുത്തുകളാൽ പിടിച്ചു ചങ്ങലയിട്ട് മനശ്ശെയോട് സംസാരിച്ചിട്ട് മനശ്ശെ എന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. മലയാളത്തിൽ പറയട്ടെ, പുല്ല് വില കൊടുത്തു. ചിലരുണ്ടല്ലോ, നമ്മൾ ഈ വാ തുറന്ന് ഈറിക്കിടന്നിങ്ങനെ പറഞ്ഞാൽ, ഞാൻ ജനിച്ചപ്പോ തൊട്ട് ബന്ധക്കോസിനകത്ത് കിടന്ന് എത്ര മാഷുമാരെ പ്രസവം കേട്ട പുള്ളിയായത്. എത്ര ആ മനുഷ്യ ഇതുപോലെ കൂട്ടാക്കിയില്ല.
ദൈവം അരുളപ്പാട് കൊടുക്കുമ്പോൾ, ആലോചന കൊടുക്കുമ്പോൾ അതിന് വില കൊടുക്കാതെ, അതിനെ മാനിക്കാതെ, അതിനെ അനുസരിക്കാതെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവവചനം മാനിക്കാതെ, അനുസരിക്കാതെ അത് തള്ളിക്കളഞ്ഞു. അടുത്ത ലൈൻ കണ്ടോ? മനശ്ശയെ കൊളുത്തുകളാൽ പിടിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി. ആ വാക്യം വീണ്ടും വായിച്ചേ, 10ാമത്തെ വാക്യം. യഹോവ മനശ്ശയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ആകയാൽ യഹോവ അശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. ദൈവം വരുത്തി. ബാബിലോണിൽ കിടന്ന രാജാവിനെ ദൈവം ഇവിടെ വരുത്തിയിട്ട് അയാളെ കൊണ്ട് ഇവനെ കൊളുത്തിട്ട് എന്ത് ചെയ്തു? പിടിച്ച് വഴിക്കൂടെ പട്ടിയെ വലിച്ചോണ്ട് പോയി. അതൊന്നോർത്തു, ഈ ദൈവവചനം തള്ളിക്കളയുന്ന നിന്റെ പുറയിൽ ഒരു കൊളുത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ പറഞ്ഞത്, അതിനകത്തുനിന്ന് ഊരിപ്പോകാൻ നിനക്ക് ഒരിക്കലും കഴിയില്ലെന്നുള്ളത് ഓർത്തോണം. മനുഷ്യ ഓർത്തില്ല. ബാബിലോണിൽ കിടന്ന കൊളുത്ത് രാജാവിനെ കൊണ്ട് ഇവിടെ വരുത്തി അവന്റെ പെടലിക്ക് ഇടിയിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. കൊളുത്തുകളാൽ പിടിച്ചു. സ്തോത്രം. കൊളുത്തിനകത്ത് വീണേ. ഇനി പൂടം ബാധിച്ചെന്നിരിക്കട്ടെ, പിശാശെ നല്ല മന്ത്രവാദിയെ കൊണ്ട് തീർക്കാം. രോഗമാണെന്നിരിക്കട്ടെ, ചികിത്സിക്കാം. ഒടേ തമ്പുരാന്റെ കൊളുത്തോ? ഊരില്ല കുഞ്ഞേ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു വാർത്ത, ഇവിടെ ഒരു പാട് പോലെ കാണുന്നു, കുറെ കഴിയുമ്പോ ഒരു മുഴ പോലെ. ഞാൻ വരാനല്ല പറഞ്ഞത്, അങ്ങനെ അറിയാതെ പലരും കൊളുത്ത്, അറ്റാക്കിന്റെ കൊളുത്തില്, തീരാരോഗത്തിന്റെ കൊളുത്തില്, പരാജയത്തിന്റെ കൊളുത്തില്, തകർച്ചയുടെ കൊളുത്തിൽ വീണിട്ട് അത് ഊരി വെളി വരാൻ കഴിയാതെ എത്ര ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞു, കുഞ്ഞെ കൊളുത്തു പുറയിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് വന്നു വീഴും. ബാബിലോണിൽ നിന്ന് ദൈവം ഇവിടെ കൊണ്ടുവന്ന് രാജാവിനെ കൊണ്ട് കൊളുത്തിട്ട് പിടിച്ചു. ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാരും എഴുന്നേറ്റ് നിൽക്കാം. യേശുവേ നന്ദി. നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നോടുള്ള നിൻ സർവ്വ